ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷെയർ ചെയ്യുന്ന സ്ക്രീന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ നോക്കണേ. ഇപ്പൊ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. ഞാനൊരു PDF അയച്ചിട്ടുണ്ട് നിങ്ങളെ ഗ്രൂപ്പിലേക്ക്. കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. PDF ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ബന്ധപ്പെടുക കേട്ടോ. ഞാനിനി സ്ക്രീനൊന്നും കാണൂല. എന്താ പറയാ, വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഓക്കെ. ഇനി ആരെങ്കിലും അപ്രൂവലൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഓൾറെഡി നിങ്ങൾ എന്താക്കി വെക്കണം, ക്ലാസ് റൂമൊക്കെ ജോയിൻ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കുട്ടികളും ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നോക്കിക്കോളൂ, നമ്മൾ പതുക്കെ ക്ലാസ്സിലേക്ക് വരാൻ പോവാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ കയ്യിലുണ്ട് വിചാരിക്കുന്നു. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് അല്ല ക്ലാസ്സുകൾ നടത്തുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിലേക്കാണ് വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ജെൻഡർ എന്നാണ്. മൂന്നാമത്തെ മൊഡ്യൂളിന്റെ പേര് ജെൻഡർ. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. യെസ്, തേർഡ് മൊഡ്യൂൾ. ജെൻഡർ ഇക്വിറ്റി ആണ് മൂന്നാമത്തെ മൊഡ്യൂളിന്റെ പേര് കേട്ടോ. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് ഈ സമയത്ത് പോകുന്നില്ല. നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ചാപ്റ്റർ എന്ന് പറയുന്നത്, ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് എവരിഡേ യൂസ്. ആലീസ് വാക്കറിന്റെ എവരിഡേ യൂസ് എന്ന് പറയുന്ന എന്താ പറയാ ഒരു ചാപ്റ്റർ ആണ്. സോ ആദ്യം ആലീസ് വാക്കർ ആരാന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ആലീസ് വാക്കർ എന്ന് പറയുന്നത് പിന്നെ ഷി വാസ് ദ യങ്ങസ്റ്റ് ഓഫ് 8 children, വാസ് ബോൺ ഇൻ ഈത്തോൺടൺ, ജോർജിയ ഇൻ 1947. 1944 ജോർജിയയിൽ ജനിച്ച ഒരു പ്രശസ്തയായ ലേഡിയാണ്, എഴുത്തുകാരിയാണ്. അതേപോലെ തന്നെ വിമൻസ് റൈറ്റ് മൂവ്മെന്റുകളിലൊക്കെ സജീവമായി പങ്കെടുത്ത ലേഡിയാണ്. ഇവരെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഇവർക്ക് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ദ കളർ പേർപ്പിൾ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു എഴുത്ത് ഇവരുടേതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഏകദേശം 30-ൽ കൂടുതൽ കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ നോവൽസ് ഉണ്ട്, നോൺ ഫിക്ഷൻസ് ഉണ്ട്, പിന്നെ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, പോയട്രി ഉണ്ട്. ഇങ്ങനെയൊക്കെ പ്രസിദ്ധയായ ലേഡിയാണ് ആലീസ് വാക്കർ. നിങ്ങളും എവിടെയെങ്കിലൊക്കെ ആലീസ് വാക്കറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയും പോപ്പുലർ ആയ ഒരു എഴുത്തുകാരിയാണ് ആലീസ് വാക്കർ. ഇനി നോക്കൂ, നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. എവരിഡേ യൂസ് എന്നാണ് ഷോർട്ട് സ്റ്റോറിയുടെ പേര്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട് കേട്ടോ. ആലീസ് വാക്കേഴ്സ് ഷോർട്ട് സ്റ്റോറി എവരിഡേ യൂസ് ഈസ് വൺ ഓഫ് ഹർ മോസ്റ്റ് ഫേമസ് വർക്ക്സ്. ഇവരുടെ ആലീസ് വാക്കറിന്റെ തന്നെ വർക്കുകളിൽ ഏറ്റവും ഫേമസ് ആയ കൃതികളിൽ പെട്ട ഒരു കൃതിയാണ് ഈ പറയുന്ന എവരിഡേ യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1973 ഇൻ ദ കളക്ഷൻ ഓഫ് ഇൻ ലവ് ആൻഡ് ട്രബിൾ. ഇൻ ലവ് ആൻഡ് ട്രബിൾ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം അല്ലെങ്കിൽ ഒരു കളക്ഷൻ, ആ കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കൃതിയാണ് ഏത്, ഈ പറയുന്ന എവരിഡേ യൂസ് എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി. ഇനി ഈ ഷോർട്ട് സ്റ്റോറിയിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് പറയാം. നമ്മൾ എസ്സേയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത്. ദ സ്റ്റോറി എക്സ്പ്ലോസ് ഒന്ന് ഫാമിലി റിലേഷൻഷിപ്പ്. നമ്മളെ ഫാമിലി റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. കൾച്ചറൽ ഐഡന്റിറ്റി, നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സാംസ്കാരികമായി നമ്മൾ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം കഥയിൽ പറയുന്നുണ്ട്. മാത്രമല്ല മീനിങ് ഓഫ് ഹെറിറ്റേജ്, പൈതൃകത്തെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യം, പൈതൃകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഹെറിറ്റേജിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇൻ ആഫ്രിക്കൻ അമേരിക്കൻ ഫാമിലി. അപ്പൊ ഈ കഥയിൽ ഒരു കുടുംബമുണ്ട്. കുടുംബം ആഫ്രോ അമേരിക്കൻ ഫാമിലിയാണ്. ദേ ആർ ലിവിങ് ഇൻ അമേരിക്ക ബട്ട് ദേ ആർ ആഫ്രിക്കൻ പീപ്പിൾ. ഇങ്ങനത്തെ ആളുകളാണ് ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയാം. അമേരിക്കയിൽ താമസിക്കുന്ന ആഫ്രിക്കക്കാരായ ഒരു കുടുംബത്തിന്റെ കഥയാണ്. അതിൽ നമ്മൾ ഫാമിലി റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാം, അതുപോലെ കൾച്ചറൽ ഐഡന്റിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാം, അതേപോലെ തന്നെ ഹെറിറ്റേജ്, പൈതൃകം അല്ലെങ്കിൽ പാരമ്പര്യം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കഥയാണ്. ഇവരെവിടെ താമസിക്കുന്നത്? ഇൻ എ റൂറൽ സൗത്ത് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയുടെ സൗത്ത് ഭാഗത്ത് ഒരു റൂറൽ ഗ്രാമത്തിലാണ് ഇവർ താമസിക്കുന്നത്.
പിന്നെ ഇറ്റ് ഈസ് നരേറ്റഡ് ബൈ എ മദർ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഈ കഥ പറയുന്നത്, ഈ കഥയിൽ തന്നെ കഥ പറയുന്നത് ബൈ മദർ, ഈ ഒരു അമ്മയാണ് കഥ പറയുന്നത്. ഈ അമ്മയുടെ പേര് മാമ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പേര്, നമ്മൾ മക്കളൊക്കെ, ചെറിയ മക്കളൊക്കെ അമ്മാരെ വിളിക്കുന്ന പേരാണ് മാമ. ഈ മാമ എന്ന പേരിലാണ് ഈ പറയുന്ന അമ്മ അറിയപ്പെടുന്നത്. ഓക്കെ, ഈ അമ്മയാണ് ഈ കഥയിൽ കഥ പറയുന്നത്. ഹു റിഫ്ലക്ട്സ് ഓൺ ഹെർ ലൈഫ്, ഇവര് അവരുടെ ജീവിതത്തെ കുറിച്ച് കഥ പറയുന്നു. ആൻഡ് ഹെർ ടു വെരി ഡിഫറെന്റ് ഡോട്ടേഴ്സ്, വ്യത്യസ്തരായ രണ്ട് മക്കൾ, പെൺമക്കളെ കുറിച്ചിട്ടുള്ള കഥയും കൂടിയാണ്. ആ പെൺമക്കളുടെ പേര് ദീ, അതേപോലെ മാഗി. ഇങ്ങനെ രണ്ട് ആളുകളുടെ കഥ. അപ്പൊ മൂന്നാളുകൾ കിട്ടി. ഒന്ന് അമ്മയുണ്ട്, അതുപോലെ ദീ ഉണ്ട്, മാഗി. ഇങ്ങനെ മൂന്നാളുകളുടെ കഥയാണിത്. ഈ മാമയുടെ രണ്ട് മക്കളാണ് ദീയും മാഗിയും. രണ്ടു പേരും വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് കഥയുടെ ഇൻട്രൊഡക്ഷൻ. ഇനി നോക്കിയേ, യെസ്, അടുത്ത് ഇനി ആരാണ് മാമ? മാമ ഈസ് എ ലാർജ്, സ്ട്രോങ് ആൻഡ് പ്രാക്ടിക്കൽ വുമൺ. നമ്മുടെ കഥയിലെ നായിക അല്ലെങ്കിൽ കഥയിലെ അമ്മ. അമ്മ വളരെ ലാർജ്, നല്ല നീളമുള്ള, സ്ട്രോങ്, മെന്റലി സ്ട്രോങ് ആയ പ്രാക്ടിക്കൽ വുമൺ. പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു അമ്മയാണ്. ഒക്കെ പ്രാക്ടിക്കലി കാണാൻ ആഗ്രഹിക്കുന്ന അമ്മയാണ് നമ്മുടെ മാമ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. ഓക്കെ, ഇവർക്ക് രണ്ട് മക്കളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് വളരെ പ്രാക്ടിക്കൽ ലേഡിയാണ്. മാത്രമല്ല, ഷീ ഹാസ് റഫ് ഹാൻഡ്സ്, അവളുടെ കൈകളൊക്കെ വളരെ റഫാണ്. ഫ്രം ഇയേഴ്സ് ഓഫ് ഹാർഡ് ഫിസിക്കൽ ലേബർ, വർഷങ്ങളായിട്ട് വളരെ കഠിനാധ്വാനം ചെയ്തതിന്റെ അടയാളമായിട്ട് ഈ കൈകളിലൊക്കെ എന്തുണ്ട്? നല്ല റഫ്നെസ് ഉണ്ട്. നമ്മൾ തയമ്പുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ കൈയൊക്കെ നല്ല പരിപരിക്കനായ കൈകളാണ് ഈ അമ്മയ്ക്കുള്ളത്. കാര്യം മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു അമ്മയാണ്. അച്ഛനില്ല. ഷീ ലിവ്സ് എ സിമ്പിൾ, വളരെ സിമ്പിളായി ജീവിക്കുന്ന അമ്മയാണ്. ഹോണസ്റ്റ് ലൈഫ്, വളരെ സത്യസന്ധമായി ജീവിക്കുന്ന അമ്മയാണ്. വിത്ത് ഹെർ യങ്ങർ ഡോട്ടർ മാഗി, ഈ മാഗി എന്ന് പറയുന്ന ചെറിയ കുട്ടിയുടെ കൂടെയാണ് അമ്മ താമസിക്കുന്നത്. എവിടെയാ? ഇൻ എ സ്മാൾ ഹൗസ് ഇൻ ദ കൺട്രി സൈഡ്, ഈ ഗ്രാമപ്രദേശത്ത് ഒരു ചെറിയ വീട്ടിൽ ഈ ചെറിയ മകളായ മാഗിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പൊ മൂത്ത മകൾ, നേരത്തെ പറഞ്ഞ ദീ എന്ന് പറയുന്ന മകൾ എവിടെയാണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ശേഷം മനസ്സിലാക്കാം. ഇനി മാമ ടേക്സ് പ്രൈഡ്, അമ്മ വളരെ അഭിമാനിയാണ്. എന്തിലാ? ഇൻ ഹെർ വർക്ക്, അമ്മ ചെയ്യുന്ന ജോലിയിൽ അഭിമാനത്തോടു കൂടി ജോലി ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദ ട്രഡീഷൻസ്, അതേപോലെ തന്നെ ഇവരുടെ ആഫ്രിക്കൻ പാരമ്പര്യം കൊണ്ട് നടക്കുന്നതിലും അമ്മക്ക് ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട്. ഹാവ് ബീൻ പാസ് ഡൗൺ ത്രൂ ഹെർ ഫാമിലി, അവരുടെ കുടുംബത്തിലൂടെ ഇങ്ങനെ ആഫ്രിക്കൻ പാരമ്പര്യം, അമേരിക്കയിൽ താമസിക്കുന്ന സമയത്തും ആഫ്രിക്കൻ പാരമ്പര്യം ഇങ്ങനെ കൈമാറി വരുന്നതിൽ അമ്മക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പൊ അമ്മ വളരെ സമാധാനത്തിൽ, വളരെ അഭിമാനത്തിൽ തന്റെ ആഫ്രിക്കൻ പാരമ്പര്യമൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ലേഡിയാണ് ഈ അമ്മ. പിന്നെ ഷീ നെവർ ഹാഡ് മച്ച് ഫോർമൽ എഡ്യൂക്കേഷൻ, അമ്മക്ക് ഇതുവരെ എന്ത് കിട്ടിയിട്ടില്ല? ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. ഫോർമൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിംഗ്, അല്ലെ? സ്കൂളിൽ പോകാൻ സാധിക്കാത്തൊരമ്മയാണ്. ബട്ട് ഈസ് വൈസ്, വളരെ ബുദ്ധിശക്തിയുണ്ട്. എങ്ങനെയാ? ത്രൂ എക്സ്പീരിയൻസ്, ഇത്രയും കാലം അധ്വാനിച്ച് ജീവിച്ചതിന്റെ എക്സ്പീരിയൻസിൽ ഈ അമ്മ വളരെ വൈസാണ്, ബുദ്ധിമതിയാണ്. സ്കൂളിൽ നിന്ന് പോയിട്ടില്ലെങ്കിലും അത്യാവശ്യത്തിന് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലേഡിയാണ് നമ്മുടെ മാമ എന്ന് പറയുന്ന അമ്മ. ഇനി മറ്റൊരു ക്യാരക്ടറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മയുടെ ചെറിയ മകൾ മാഗി. ഹെർ യങ്ങർ ഡോട്ടർ, ചെറിയ മകളാണ്. ഈസ് ഷൈ, വളരെ ഷൈ ആണ്, നാണക്കാരിയാണ്. ആൻഡ് സെൽഫ് കോൺഷ്യസ്, ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആണ്. സെൽഫ് കോൺഷ്യസ് ആണ്. അവളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഒരു ബോധം, അല്ലെങ്കിൽ എപ്പോഴും അവളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ലേഡിയാണ്. കാര്യം അവൾക്ക് ജീവിതത്തിൽ അത്ര വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. എന്തുകൊണ്ടാണ് ശേഷം പറയാം. നോക്കൂ, ഷി വാക്സ് വിത്ത് എ ലിംബ്, ലിംബ് എന്ന് പറഞ്ഞാൽ മുടന്ത്, അവൾക്ക് മുടന്തുണ്ട്. മാത്രമല്ല, കാരീസ് ബേൺ സ്കാർസ്, അതുപോലെ തന്നെ ഇവളെ ശരീരത്തിൽ എന്തുണ്ട്? ബേൺ സ്കാർ, ബേൺ എന്ന് പറഞ്ഞാൽ കത്തിയ, പൊള്ളലേറ്റതിന്റെ സ്കാറുകൾ, അടയാളങ്ങളുണ്ട്. ഫ്രം എ ഫയർ, ഒരു തീ പിടുത്തുണ്ടായ സമയത്ത് അവൾക്ക് പൊള്ളലേറ്റതിന്റെ അടയാളം ഇവളുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ജീവിക്കാൻ അത്ര കോൺഫിഡൻസ് ഇല്ല. മാത്രമല്ല, ഇവള് ലിംബാണ്. ലിംബ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മുടന്തുള്ള ഒരു കുട്ടിയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇവൾക്ക് ലൈഫിൽ അത്ര ഒരു കോൺഫിഡൻസോട് കൂടി ലൈഫിനെ കാണാൻ സാധിക്കാറില്ല ഇവൾക്ക്. അവളുടെ ശരീരത്തിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം എങ്ങനെ തീ പിടിച്ചതെന്നറിയോ? ദാറ്റ് ഡിസ്ട്രോയിഡ് ദെയർ പ്രീവിയസ് ഹോം, അവരുടെ മുമ്പ് താമസിക്കുന്ന വീടിനെ നശിപ്പിച്ചുകൊണ്ടുണ്ടായ ഒരു തീപിടുത്തത്തിൽ അവൾക്ക് കാര്യപ്പെട്ട പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. വെൻ ഷി വാസ് എ ലിറ്റിൽ ഗേൾ, അവൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്. ബിക്കോസ് ഓഫ് ദീസ് സ്കാർസ്,
ഈ സ്കാറുകൾ കാരണം മാഗി ലാക്സ് കോൺഫിഡൻസ്, അവൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. ആൻഡ് ഓഫൺ അവോയ്ഡ്സ് അറ്റൻഷൻ, ഇടയ്ക്കിടയ്ക്ക് ഇവളിങ്ങനെ അറ്റൻഷൻ ഒഴിവാക്കി നടക്കുന്ന, ആരും ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരു പ്രത്യേക ക്യാരക്ടർ കൂടിയാണ്. ആരും ശ്രദ്ധിക്കാറില്ല, ആരും ഇവളെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ശ്രദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു ലേഡിയാണ് ആര്? നമ്മുടെ മാഗി എന്ന് പറയുന്ന ലേഡി. കാര്യം അവൾക്ക് ഓൾറെഡി ലിമ്പുണ്ട്, മാത്രമല്ല അവളുടെ എന്താ പറയാ പിന്നെ തീപിടുത്തത്തിൽ പൊള്ളലേറ്റതിന്റെ അടയാളങ്ങൾ ശരീരത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൾ മറ്റു കാര്യങ്ങളൊക്കെ ആളുകളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറിയിട്ടാണ് നടക്കാറുള്ളത്. ഇനി നോക്കൂ, ഷീ ഈസ് എ കൈൻഡ് ഹാർട്ടഡ്. കൈൻഡ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയാലുവാണ്. ക്വയറ്റ്, ശാന്തയാണ്, ഭയങ്കര ശാന്തത, സൈലന്റ് ആണെന്ന് അർത്ഥം. ആൻഡ് റെസ്പെക്ട്ഫുൾ ടുവാർഡ്സ് ഹെർ മദർ, അമ്മയോട് ഭയങ്കര റെസ്പെക്ട് ഉള്ള ലേഡിയും കൂടെയാണ് ആര്? നമ്മുടെ ഈ മാഗി എന്ന് പറയുന്ന പെൺകുട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് മാഗിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇനി നമ്മുടെ അടുത്ത മകളാണ് ദി എന്ന് പറയുന്ന അടുത്ത മകൾ. യെസ്, എന്താ ദിയുടെ പ്രത്യേകത? ഹെർ എൽഡർ ഡോട്ടർ, മൂത്ത കുട്ടിയാണ്. ദി ഈസ് ഓപ്പോസിറ്റ് ഓഫ് മാഗി, മാഗിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവള്. ഷീ ഈസ് കോൺഫിഡന്റ്, വളരെ കോൺഫിഡന്റ് ആണ്. ഇന്റലിജന്റ്, ബുദ്ധിശാലിയാണ്. ആൻഡ് പ്രൗഡ്, നല്ല അഭിമാനിയാണ്. അപ്പം ഇവിടെ ഒരു ക്യാരക്ടറിൽ തന്നെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, ഒരു വൈരുദ്ധ്യം ഉണ്ട്. ഇവള് മറ്റോളാണെങ്കിൽ വളരെ കോൺഫിഡൻസ് ഇല്ലാത്ത, ശാരീരികമായി കുറച്ച് പ്രയാസങ്ങളുള്ള, വളരെ എന്താ പറയാ ജെന്യുവനായി ജീവിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ ഇവള് വളരെ പ്രൗഡും ഇന്റലിജന്റും കോൺഫിഡന്റും ആണ്. ഷീ വാസ് ആൾവേസ് ഡിറ്റർമിൻഡ് ടു ഹാവ് എ ബെറ്റർ ലൈഫ്, ഇവൾക്ക് എപ്പോഴും ഒരു നല്ല ജീവിതം വേണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ആളാ, ദൃഢനിശ്ചയത്തോട് ജീവിക്കുന്ന ആളാ. ഇത് പോരാ, ഞങ്ങളിപ്പോ ജീവിക്കുന്ന സിറ്റുവേഷൻ പോരാ, ഇതിനേക്കാൾ ഒന്നും കൂടെ നല്ല ജീവിതം വേണം എന്ന് അവൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ആരെക്കാൾ? ദാൻ ഹെർ ഫാമിലി, അവളുടെ സ്വന്തം കുടുംബത്തെക്കാൾ കൂടുതൽ നല്ല സ്റ്റാൻഡേർഡ് ആയി ജീവിക്കണം. കാര്യം കുടുംബം ഗ്രാമത്തിൽ വളരെ എന്താ പറയാ ശോകമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ, വളരെ ഗ്രാമപ്രദേശത്ത് ചെറിയ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഇവൾ ആഗ്രഹിക്കുന്നത് വലിയ വീടും തന്റെ കുടുംബത്തെക്കാൾ കുറച്ചും കൂടെ സെറ്റപ്പിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് വാസ് സെൻഡ് ടു സ്കൂൾ ഇൻ അഗസ്റ്റ. അഗസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചോളെ. എങ്ങനെയാ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹർ മദർ ആൻഡ് ദ ചർച്ച്, അമ്മയുടെയും അതുപോലെ അവിടുത്തെ പള്ളിയുടെ ഒക്കെ സഹായത്തോടു കൂടി അഗസ്റ്റയിലെ സ്കൂളിലേക്ക് ഇവളെ പറഞ്ഞയച്ചു. ദീസ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പോഷർ ടു ന്യൂ ഐഡിയാസ് മേക്ക് ഹെർ ലുക്ക് ഡൗൺ ഓൺ ഹെർ ഫാമിലീസ് സിമ്പിൾ വേ ഓഫ് ലൈഫ്. അതായത് ഇവൾ ഈ വിദ്യാഭ്യാസം കിട്ടി, എന്താ പറയാ കൂടുതൽ വിവരങ്ങളൊക്കെ ഐഡിയകളൊക്കെ ഉണ്ടാക്കി വന്നപ്പം സ്വന്തം കുടുംബത്തോട് ഒരു മതിപ്പില്ലാത്ത അവസ്ഥയിലേക്ക് അവൾ മാറി. കാര്യം കുടുംബം വളരെ സിമ്പിളായി ജീവിക്കുന്ന ചെറിയ കുടുംബമാണ്. ഇവളാണെങ്കിൽ ടൗണിലൊക്കെ പോയിട്ട് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് സ്വന്തം വീട്ടുകാരോട് വലിയൊരു മതിപ്പ് ഇവൾക്കില്ല. കാര്യം അവൾ സിമ്പിൾ, വളരെ ട്രഡീഷണലായി ജീവിതം നയിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ വലിയ മതിപ്പൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവൾ ജീവിക്കുന്നത്. ഷീ വാണ്ട്സ് നൈസ് തിങ്സ്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആൻഡ് ഹാസ് എ സ്ട്രോങ് സെൻസ് ഓഫ് സ്റ്റൈല്, ഭയങ്കര സ്റ്റൈലിഷ് ആണ് ആള്, സ്റ്റൈലിനോട് കൂടുതൽ താല്പര്യമുള്ള ആളും കൂടിയാണ്. വെൻ ഷി വാസ് യങ്ങർ, ഇവള് വളരെ ചെറുപ്പമായിരിക്കുന്ന സമയം തന്നെ ഷീ സീംഡ് അഷെയിംഡ് ഓഫ് ഹർ ഹോം ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, സ്വന്തം വീടും ബാക്ക്ഗ്രൗണ്ടിനോടൊക്കെ ഭയങ്കര നാണക്കേട് തോന്നിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ദി എന്ന് പറയുന്ന പെൺകുട്ടി. അതുകൊണ്ട് തന്നെ സ്വത്വബോധത്തോട് പ്രത്യേകിച്ച് നല്ലൊരു കാഴ്ചപ്പാടില്ല, ട്രഡീഷനോട്, പാരമ്പര്യത്തോട് കാഴ്ചപ്പാടില്ല, സ്വന്തം കുടുംബത്തോട് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഐഡന്റിറ്റിയോട് പ്രത്യേകിച്ച് കാഴ്ചപ്പാടില്ലാത്ത പെൺകുട്ടിയാണ് ആര്? ദി. അതേ സമയത്ത് നമ്മുടെ മാഗി ആണെങ്കിൽ പാരമ്പര്യമായിട്ട് അവരുടെ കൾച്ചറും ട്രഡീഷനൊക്കെ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ദ സ്റ്റോറി ബിഗിൻസ്, നമ്മളെ കഥ തുടങ്ങുന്നപ്പോ അറിയോ? വിത്ത് മാമ വെയിറ്റിംഗ് ഇൻ ദ യാർഡ് വിത്ത് മാഗി ഫോർ ദീസ് വിസിറ്റ്. അങ്ങനെ ദി ഒരു വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് വരികയാണ്. ഈ വീട്ടിലേക്ക് വരുന്ന ദിയെ അമ്മ ഇങ്ങനെ കാത്തിരിക്കുന്ന അവിടെയാണ് കഥ തുടങ്ങുന്നത്. നോക്കൂ, ഷീ ഇമാജിൻസ് മീറ്റിംഗ് ദി ഓൺ എ ടെലിവിഷൻ ഷോ. അമ്മ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയാ ഇമാജിൻ, സങ്കല്പത്തിൽ കാണുകയാണ് അവൾ ഇങ്ങനെ ടെലിവിഷൻ ഷോയിൽ ഇങ്ങനെ പങ്കെടുക്കുന്നതും. വേർ ഷീ ഈസ് അഡ്മയർഡ് ആൻഡ് പ്രൈസ്ഡ്, അവൾക്ക് ഒരുപാട് അവിടെ എന്താ പറയാ അഡ്മിറേഷൻ, ആരാധന കിട്ടുകയും അതേപോലെ തന്നെ ആളുകളൊക്കെ അവളെ എന്താ പറയാ ഇങ്ങനെ നല്ല രീതിയിൽ പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായി പൊക്കി പറയുക, ആളുകളൊക്കെ അവളെ ഇങ്ങനെ പുകഴ്ത്തുന്നതും ഇതൊക്കെ ഇവളിങ്ങനെ അമ്മ ഇങ്ങനെ ആ വരാന്തയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. മാത്രമല്ല ഷീ ക്വിക്ക്ലി റിമൈൻഡ്സ് ഹെർസെൽഫ് ദാറ്റ് റിയൽ ലൈഫ് ഈസ് ഡിഫറെന്റ്. പെട്ടെന്നാണ് അമ്മക്ക് ശരിയായ അവരുടെ ജീവിതം ഓർമ്മ വരുന്നത്.
ശരിക്കുള്ള ജീവിതം ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നു. ഷീ ഈസ് നോട്ട് സ്ലിം ഓർ ഗ്ലാമറസ്. അപ്പൊ ശരിക്കും ഇവളെ ടി വിയിൽ കാണാനൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിലും ഈ ദി എന്ന് പറയുന്ന പെൺകുട്ടി അത്ര സ്ലിമ്മോ അല്ലെങ്കിൽ ഗ്ലാമറസോ അല്ല. ബട്ട് എ ഹാർഡ് വർക്കിംഗ് വുമൺ. മാഗി ഫീൽസ് നെർവസ്. മാഗിക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട് ഈ ദി വരുന്നതുമായി സംബന്ധിച്ച്. കാര്യം അബൌട്ട് ദീസ് അറൈവൽ ആൻഡ് ഫിയേഴ്സ് ഹർ സിസ്റ്റേഴ്സ് ക്രിറ്റിസിസം. കാര്യം സിസ്റ്റർ വന്നാൽ ഉടനെ തന്നെ കുറ്റം പറയാൻ തുടങ്ങും. അവളെ കുറിച്ച് കുറ്റം പറയും, അവരുടെ വീടിനെ കുറിച്ച് കുറ്റം പറയും, അവരുടെ പാരമ്പര്യത്തെ കുറിച്ച് കുറ്റം പറയും. അപ്പം ഈ ഒരു കുറ്റം പറച്ചിൽ കേൾക്കുന്നതിൽ ആർക്ക്, നമ്മുടെ അനിയത്തിയായ മാഗിക്ക് വല്ലാത്ത പേടിയുണ്ട്. ഇവൾ വന്നാൽ ഉടനെ നമ്മളെ കുറ്റം പറയുമോ എന്നുള്ള പേടിയും അവളിലുണ്ട്. അങ്ങനെ വെൻ ദി ഫൈനലി അറൈവ്സ്, അങ്ങനെ ദി വന്നു. ഷീ കംസ് ഇൻ എ ബ്രൈറ്റ് കളർഫുൾ ആഫ്രിക്കൻ ഡ്രസ്. എങ്ങനെ വന്നത്? വളരെ ബ്രൈറ്റ് ആയി തിളങ്ങുന്ന കളർഫുൾ ആയ ആഫ്രിക്കൻ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് വന്നത്. വിത്ത് ലാർജ് ജ്വല്ലറി, നല്ല വലിയ ജ്വല്ലറി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗ്രീറ്റിംഗ് ദം വിത്ത് ആഫ്രിക്കൻ വേർഡ്സ്. അവരെ ആഫ്രിക്കൻ വേർഡിൽ ഗ്രീറ്റ് ചെയ്യുന്നു. വാസ്വാസർജിനോ എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഗ്രീറ്റ് ചെയ്യുന്നു. ആ ഗ്രീറ്റ് ചെയ്യുന്ന സമയം തന്നെ ഷീ ആൾസോ ഇൻട്രൊഡ്യൂസസ് ഹെർ ബോയ് ഫ്രണ്ട്. അവളുടെ കാമുകനെ പരിചയപ്പെടുത്തുന്നു. ഹക്കീം, എ ബാർബറായ ഹക്കീമിനെ പരിചയപ്പെടുത്തുന്നു. ഹു ഫോളോസ് എ ന്യൂ ആഫ്രിക്കൻ ഇൻസ്പയർഡ് ലൈഫ് സ്റ്റൈൽ. ഈ ഹക്കീമും ഒരു പുതിയ ആഫ്രിക്കൻ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ഒരു പുതിയ രീതിയിൽ ജീവിക്കുന്ന ഹക്കീം എന്ന് പറയുന്ന കാമുകനെയും ഇവൻ വീട്ടിൽ വന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ടോ ദി അനൗൺസസ് ദാറ്റ് ഷീ ഹാസ് ചേഞ്ച്ഡ് ഹെർ നെയിം. അങ്ങനെ അവൾ അവിടുന്ന് പറയാണ്, എന്റെ പേരൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പരമ്പരാഗതമായി എനിക്ക് തന്നിരിക്കുന്ന പേര് എനിക്ക് വേണ്ട. ഞാൻ പുതിയ രീതിയിലുള്ള, അല്ലെ, അന്ന് അമേരിക്കയിൽ ജീവിക്കുന്ന സമയത്ത് അമേരിക്കൻ കൾച്ചറുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മാറ്റം, മൈൻഡിലെ മാറ്റമാണ്. അപ്പൊ ഞാൻ പുതിയ പേര് സ്വീകരിക്കുകയാണ്. പേര് പറയുന്നുണ്ട്, വാങ്കരോ ലീവാനിക്ക കിമാൻജോ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അമ്മയെ അറിയിക്കുന്നു. ബിക്കോസ് കാരണം ഷീ ക്യാൻ നോ ലോങ്ങർ ബിയർ ബീങ് നെയിംഡ് ആഫ്റ്റർ ദ പീപ്പിൾ ഹു ഒപ്രസ് മീ. എന്തോളെ വാദം എന്നറിയോ? ദി എന്ന് പറയുന്ന എന്റെ പഴയ പേര് എനിക്ക് വേണ്ട. എന്നെ ഒപ്രസ് ചെയ്തിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവളുടെ പിന്നെ പൂർവികര്, മുത്തച്ഛൻ, മുത്തശ്ശി പോലെയുള്ള ആളുകൾ, അവരുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിട്ട പേരാണ് ദി. അപ്പൊ നോക്കൂ, എന്നെ അടിച്ചമർത്തിയ ആളുകൾ എനിക്കിട്ടിരിക്കുന്ന പേര് എനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പുതിയ പേര് സ്വീകരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പേരൊക്കെ മാറ്റി. ആ സമയത്ത് അമ്മ ഈ പേര് മാറ്റലുമായി ബന്ധപ്പെട്ട കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. മാമ ട്രൈസ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ദി വാസ് ആക്ച്വലി നെയിംഡ് ആഫ്റ്റർ ഹെർ ഓൺഡ് ആൻഡ് ഗ്രാൻഡ് മദർ. ഈ ദി എന്ന് പറയുന്ന പേര് എന്റെ പഴയ ആന്റിയുടെയും ഗ്രാൻഡ് മദറിന്റെ ഒക്കെ പേരാണ്. ഷോയിങ് ദാറ്റ് ദ നെയിം ഹാസ് ഫാമിലി മീനിങ്. അതിന്റെ അർത്ഥം നമ്മൾ കുടുംബപരമായി ഇട്ടിരിക്കുന്ന പേരാണ് നിനക്ക്, ഇതിന് ഫാമിലി സംബന്ധമായ അർത്ഥങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അമ്മ ഈ പേരിന്റെ, അവൾക്ക് നൽകിയ പേരിന്റെ എന്താ പറയാ, ഒരു പിന്നെ അർത്ഥവും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പറയുന്ന ദി ആണെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലെ പേരുകൾ സ്വീകരിക്കാൻ റെഡിയല്ല. കാര്യം അവളൊരു മാറ്റത്തിന്റെ വക്കിലാണ്. ആഫ്രിക്കൻ ട്രഡീഷനൊക്കെ മാറ്റി പുതിയ ട്രഡീഷനിലേക്ക് മാറുന്നതിനെ കുറിച്ച്, ആഫ്രിക്കൻ ട്രഡീഷനൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുന്ന ലേഡിയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഈ മാറ്റം, ഈ പേര് മാറ്റത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പേര് മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവൾ അത് അംഗീകരിക്കുന്നില്ല. ബട്ട് ദി ഇൻസിസ്റ്റ് ഓൺ റിജക്റ്റിംഗ് ഇറ്റ്. ഈ പേര് മാറ്റത്തെ എതിർക്കുന്ന സമയത്ത് ഇവളും അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ബിലീവിങ് ഇറ്റ് കണക്ട്സ് ഹെർ ടു ദ സ്ലേവറി ആൻഡ് ഒപ്രഷൻ. എന്തുകൊണ്ടാണെന്ന് അറിയാം ഇവള് പേര് മാറ്റത്തെ പിന്നെ പേര് മാറ്റാൻ വേണ്ടി വാശിടിക്കുന്നത്? അവളുടെ പേര് അവരുടെ പൂർവികർക്ക് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ പൂർവികർക്ക് ഉണ്ടായിരുന്ന പേര് തന്നെ അവൾ കൂട്ടിയിരിക്കുന്നത്, അത് അവളെ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? സ്ലേവറി, അടിമത്തത്തിലേക്കും ഒപ്രഷൻ, അടിച്ചമർത്തലുകളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. അത് പഴയ അടിമത്തത്തിന്റെ കാലഘട്ടത്തിലെ പേരാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പേരുകൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഈ പറയുന്ന ദി അമ്മയോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇവര് വീട് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂറിങ് ദ വിസിറ്റ്, ഈ സന്ദർശന സമയത്ത് ദി ബിഗിൻസ് ടു ഷോ ഇൻട്രസ്റ്റ് ഇൻ ദ ഓൾഡ് ഒബ്ജക്ട്സ് അറൌണ്ട് ദ ഹൗസ്. ഇവൾക്ക് വീട്ടിലുള്ള ഈ പഴയ സാധനങ്ങളോടൊക്കെ ഒരു താല്പര്യം. ഒന്ന് ആലോചിക്കുക, പുറമെ ഇവൾക്ക് ട്രഡീഷനോട് താല്പര്യം ഇല്ലെങ്കിലും വീട്ടിലുള്ള പഴയ സാധനങ്ങൾ, നമ്മൾ ആന്റിക്സ് എന്നൊക്കെ വിളിക്കുമല്ലോ, ഇതുപോലുള്ള പഴയ സാധനങ്ങളോടൊക്കെ ഇവൾക്ക് വല്ലാത്ത താല്പര്യം ഫീൽ ചെയ്ത് ഇവള് വീട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്നപ്പം വീട്ടിലുള്ള പഴയ സാധനങ്ങൾക്കൊക്കെ ഇവൾക്ക് ഇഷ്ടമായി തുടങ്ങി.
അത് എന്തുകൊണ്ടാണെന്നറിയോ? പാരമ്പര്യത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, നമ്മൾ ഈ ആന്റിക്സിനോടുള്ള ഇഷ്ടം ഉണ്ടല്ലോ, അത് അതൊരു ഫാഷനാണ്. പഴയ സാധനം, പഴയ വണ്ടികൾ അല്ലെ, പഴയ മോഡൽ വണ്ടികൾ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്ന പോലെ ഇവൾക്ക് വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. തിങ്സ് ഷീ വൺസ് ഡിസ്ലൈക്ഡ്, പണ്ട് ഇവൾക്ക് ഇഷ്ടമില്ലാത്തിരുന്ന പല സാധനങ്ങളും വീട്ടിൽ കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായി എന്ന് വന്നപ്പം. ഷീ ടേക്സ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ ഹൗസ്, വീടിന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഹെർ മദർ ആൻഡ് സിസ്റ്റർ, അമ്മയുടെയും സിസ്റ്ററിന്റെയും ഫോട്ടോ എടുക്കുന്നു. അഡ്മയേഴ്സ് ദ ഹാൻഡ് മെയ്ഡ് ബെഞ്ചസ്, ഈ പറയുന്ന കൈകൊണ്ടുണ്ടാക്കിയ ബെഞ്ചുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയ സാധനങ്ങൾ. ഇപ്പൊ ഇങ്ങനത്തെ ടെക്നോളജി ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഇല്ല. ബട്ട് സ്റ്റിൽ ഇവൾക്ക് അതൊക്കെയാണ് ഇഷ്ടം. മാത്രമല്ല ആൻഡ് ബട്ടർ ചേൺ എന്ന് പറഞ്ഞാൽ ഈ ബട്ടർ നമ്മള് എന്താ പറയാ, ഈ മോരുണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഉപയോഗിച്ച് തിരിക്കുന്ന ഒരു സാധനം. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഇവൾക്ക് ഭയങ്കര സന്തോഷം, ഇവൾക്ക് ഭയങ്കര ഇഷ്ടം. അവൾ അതിനെ ഫോട്ടോ എടുക്കുന്നു. അത് അവൾക്ക് ഭയങ്കര അതിർപ്പുണ്ടാക്കുന്നു. She asked for the top of the butter churn and the dasher, wanting to use them as decorative pieces in her home. അപ്പൊ ഇവൾക്ക് ഈ പരയിൽ കണ്ട ഈ ബട്ടർ ചേണും ഡാഷറും അതേപോലെ ഇത്തരം സാധനങ്ങളൊക്കെ ഓൾക്ക് വേണം. എന്തിനു വേണം? ടു യൂസ് ആസ് എ ഡെക്കറേറ്റീവ് പീസസ് ഇൻ എ ഹോം, ഓളെ വീട്ടില് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ. അപ്പം ഇവര് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ഒരു സാധനം, അവരുടെ പാരമ്പര്യത്തെ കാണിച്ചിരുന്ന ഒരു സാധനം, അവൾക്ക് ഇത് ഡെക്കറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ, അതായത് ഇത് ഒരു ഡെക്കറേഷനോട് ഉപയോഗിക്കാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ടെന്ന് അമ്മയോട് ആവശ്യപ്പെടുകയാണ്. ടു ദി, ഈ പറയുന്ന എന്താ പറയാ, ദിയെ സംബന്ധിച്ച് ദീസ് തിങ്സ് റെപ്രസെന്റ് ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. അവളെ സംബന്ധിച്ച് ഇതൊരു ആഫ്രിക്കൻ അമേരിക്കൻ കൾച്ചറിനെ കാണിക്കുന്ന ഒരു സാധനം മാത്രമാണ്. ബട്ട് ആസ് ആർട്ട്, നോട്ട് ആസ് യൂസ്ഫുൾ എവറിഡേ ഐറ്റം. ഇത് ഇവൾക്ക് ഇങ്ങനെ ഡിസ്പ്ലേ വെക്കാനുള്ള സാധനമാണ്, അല്ലാണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് അവൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ടാണ് ഇവൾക്ക് തോന്നുന്നത്. ഇത് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വേണമെന്ന് അമ്മയോട് ആവശ്യപ്പെടുന്നു. ഇനി ഈ കഥയിൽ ഇങ്ങനെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ സെൻട്രൽ കോൺഫ്ലിക്റ്റ് ഓഫ് ദ സ്റ്റോറി ഒക്കേഴ്സ്. ഇനി കഥയിലെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്, തർക്കം സംഭവിക്കുന്ന എപ്പോഴാണെന്ന് അറിയോ? വെൻ ദി ഡിസ്കവേഴ്സ് 2 ഓൾഡ് ഹാൻഡ് മെയ്ഡ് ക്വിൽസ്. അവളിങ്ങനെ വീട്ടിലിങ്ങനെ നടക്കുന്ന സമയത്ത് 2 പഴയ ഹാൻഡ് മെയ്ഡ് ക്വിൽറ്റുകൾ. ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കുറച്ച് കട്ടിയുള്ള ഒരു തരം പുതപ്പാണ്. ഈ കട്ടിയുള്ള പുതപ്പ് ഇവര് ചിലത് തുന്നി ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ചിലത് മെഷീനൊക്കെ വെച്ച് ഉപയോഗിക്കാറുണ്ട്. ഈ നല്ല കട്ടിയുള്ള നമ്മളെ കമ്പിളി എന്താ പറയാ, കോസടി എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് കട്ടിയുള്ള പുതപ്പിനേക്കാൾ കുറച്ച് മേലെ നിൽക്കുന്ന ഈ സാധനമാണ് ക്വിൽറ്റുകൾ. അപ്പൊ ഇവള് വീട്ടിൽ നടക്കുന്ന സമയത്ത് 2 ക്വിൽറ്റ് കണ്ടു. ക്വിൽസ് were sewn by grandma ദി, ഗ്രാൻഡ്മയായ ദി ഉണ്ടാക്കിയ ക്വിൽസ് ആണിത്. ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ മറ്റു ഫാമിലി മെമ്പേഴ്സും ഉണ്ടാക്കിയതാണ്. എങ്ങനെയാ? യൂസിങ് സ്ക്രാപ്സ് ഓഫ് ഓൾഡ് ഡ്രസ്സസ് ആൻഡ് ഈവൻ പീസസ് ഓഫ് എ സിവിൽ വാർ യൂണിഫോം. അവരുടെ വീട്ടിലെ പഴയ ഡ്രസ്സുകളും അതുപോലെ സിവിൽ വാർ നടക്കുന്ന സമയത്ത് അന്ന് ധരിച്ചിരുന്ന യൂണിഫോമിന്റെ കഷ്ണങ്ങളൊക്കെ തുന്നിച്ചേർത്ത്, സ്ക്രാപ്പ് പഴയ സാധനങ്ങളൊക്കെ തുന്നിച്ചേർത്തുണ്ടാക്കിയ ഒരു ക്വിൽറ്റ് ഇവള് കണ്ടു. ഇതൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടി അല്ല ഇവൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, മാമ ഹാസ് പ്രോമിസ് ടു ഗിവ് ദ ക്വിൽസ് ടു മാഗി. മാഗിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറപ്പ് കൊടുത്തതാ മാമ. എന്ത്? ഈ ക്വിൽസ് ഒക്കെ എന്തായിട്ട്? ആസ് എ വെഡിങ് ഗിഫ്റ്റ്, അവളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് പറഞ്ഞ ഈ ക്വിൽറ്റുകൾ ഇവള് കാണുകയാണ്. ബട്ട് ദി ഇൻസിസ്റ്റ് ഓൺ ടേക്കിംഗ് ദം. ദീക്ക് ഒരേ വാശി, എനിക്കത് കിട്ടണമെന്ന്. കോളിംഗ് ദം പ്രൈസ്ലെസ്. ഓൾക്കത് കണ്ടപ്പം, ഈ ക്വിൽറ്റ് കണ്ടപ്പം വളരെ പ്രൈസ്ലെസ് ആയി തോന്നി. പ്രൈസ്ലെസ് എന്ന വിലമതിക്കാനാവാത്ത ഒരു അപൂർവ ശേഖരമായ ഒരു ആന്റിക്കായി ഇവൾക്ക് ഇത് ഫീൽ ചെയ്യാണ്. ഇത് എനിക്ക് എന്തായാലും വേണമെന്ന് പറയുന്നു. ഷീ ആർഗ്യൂസ്, എന്നിട്ട് ഓള് വാദിക്കുന്നറിയോ? മാഗി വുഡ് നോട്ട് അപ്രീഷിയേറ്റ് ദെയർ വാല്യൂ. മാഗിക്ക് ഇതിന്റെ വാല്യൂ ഒന്നും മനസ്സിലാവൂല. ആൻഡ് വുഡ് പുട്ട് ദം ഓൺ എവറിഡേ യൂസ്. എന്നിട്ടോ മാഗിക്ക് ഇതിന്റെ വാല്യൂ ഒന്നും അറിയില്ല. ഓളെന്ത് ചെയ്യും? അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ആൻഡ് റൂയിൻ ദം, എന്നിട്ട് അതിനെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ ക്വിൽറ്റ് എനിക്ക് വേണം. ഇത് വളരെ ഡെക്കറേറ്റീവ് ആയ ഒരു പീസാണ്. ഇത് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയ സാധനമാണ്. ഇത് ഉപയോഗിക്കാനുള്ളതല്ല. മാഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവൾ ഉപയോഗിച്ച് നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് വാശി പിടിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞു, ഈ ക്വിൽറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവളെ സംബന്ധിച്ച് പുതിയ ട്രഡീഷൻ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവളെ സംബന്ധിച്ച് പഴയ സാധനങ്ങളൊക്കെ ഒരു ഡെക്കറേഷൻ പീസായിട്ട് ഇവൾക്ക് ഫീൽ ചെയ്യാണ്. മാത്രമല്ല, മാമ സജസ്റ്റ് ദാറ്റ് ദി ടേക്ക് അതർ ക്വിൽസ്.
മാമ പറഞ്ഞു ദീക്ക് എന്ത് ചെയ്യാം, മറ്റു കിൽറ്റുകളൊക്കെ എടുക്കാം. ദാറ്റ് were made with sewing machine. മെഷീൻ കൊണ്ടുണ്ടാക്കിയ മറ്റു സാധനങ്ങളൊക്കെ, മറ്റു കിൽറ്റുകൾ അവിടെ ഉണ്ട്, നിനക്ക് അത് വേണമെങ്കിൽ എടുക്കാം എന്ന് അമ്മ പറയുന്നു. ബട്ട് ദി റെഫ്യൂസസ്, പക്ഷെ ദി അത് സമ്മതിക്കുന്നില്ല. ഷീ വാണ്ട്സ് ഓൺലി ദ ഹാൻഡ് സ്റ്റിച്ചഡ് വൺ, അത് കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ ആ ഒരു കിൽറ്റ്സ് മാത്രം മതി എന്ന് അവൾ വാശി പിടിക്കുന്നു. വിച്ച് ഷീ കൺസിഡർ മോർ ഒതന്റിക് ആൻഡ് ആർട്ടിസ്റ്റിക്, ഇത് കൂടുതൽ ഒതന്റിക് ആണ്, കൂടുതൽ ആർട്ടിസ്റ്റിക് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവൾക്ക് ഈ പറയുന്ന കൈകൊണ്ടുണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് കിൽറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഇങ്ങനെ വാശിടിക്കുന്ന സമയം നോക്കൂ, അറ്റ് ദിസ് മൊമെന്റ്, ഈ നിമിഷം മാഗി ക്വയറ്റ്ലി സ്പീക്സ് അപ്പ്. ഈ സമയത്ത് മാഗി സംസാരിച്ചു തുടങ്ങി. മാഗി നമുക്കറിയാം ഇവളുടെ ഈ ധീയുടെ ക്രിറ്റിസിസത്തിൽ വായിക്കുന്ന മാഗിയാണ്. അതുപോലെ തന്നെ സ്വന്തമായി കോൺഫിഡൻസ് ഇല്ലാത്ത, ആളുകളോട് കാര്യമായി സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവൾ സംസാരിച്ചു തുടങ്ങി. എന്താ അവൾ പറയുന്ന അറിയോ? ഷീ ടെൽസ് ഹർ മദർ ദാറ്റ് ദീ ക്യാൻ ഹാവ് ദ ക്വിൽസ്. അവൾ പറഞ്ഞത്, അമ്മേ ദീ വേണമെങ്കിൽ ക്വിൽസ് എടുത്തോട്ടെ. സെയിങ് സോഫ്റ്റ്ലി, വളരെ സോഫ്റ്റ് ആയി പറയാണ്, ഐ ക്യാൻ മെമ്പർ ഗ്രാൻഡ്മാ ദീ വിത്തൗട്ട് ദ കിൽസ്. എന്താണ് ദീന്റെ വാദം, സോറി മാഗിയുടെ വാദം എന്നറിയോ? എനിക്ക് ഗ്രാൻഡ്മാ ദീയെ ഓർക്കണമെങ്കിൽ കിൽസിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഓൾക്ക് കൊടുത്താളി, ഓൾക്ക് ചിലപ്പം ഗ്രാൻഡ്മയെ ഓർക്കേണ്ട ആവശ്യമില്ല, ഡെക്കറേറ്റീവ് ആയിട്ടാ കൊണ്ടുപോകുന്നു നേരത്തെ പറഞ്ഞു. പക്ഷെ ഗ്രാൻഡ്മയെ ഓർക്കാൻ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു കിൽസിന്റെ ആവശ്യമില്ല എന്ന് അമ്മയോട് ഇവള് പറയാണ്. അത് ഓൾക്ക് കൊടുത്താളി അമ്മയെന്ന് മാഗി പറയുന്നു. ദിസ് ഷോസ്, ഇത് കാണിക്കുന്ന എന്താ? മാഗീസ് സെൽഫ്ലെസ്നെസ്. മാഗിക്ക് ഒരു സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം എന്നുള്ള ഒരു സാധനം അവൾക്കില്ല. ആൻഡ് ഹ്യൂമിലിറ്റി, അവളുടെ ഹ്യൂമിലിറ്റിയെയുമാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വളരെ മയത്തിൽ, വളരെ സന്തോഷത്തിൽ എന്താ പറയാ, ഇവള് അമ്മയോട് പറയുന്നു, അമ്മേ നിങ്ങൾ ഈ സാധനം അവൾക്ക് കൊടുത്താളി. ഓക്കെ, വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി, വളരെ വിനയത്തോടു കൂടി ഇവള് സംസാരിക്കാണ്. കാരണം എന്താണെന്ന് അറിയോ? ഷീ ഡസ് നോട്ട് വാണ്ട് ടു കോസ് കോൺഫ്ലിക്ട്. അവിടെ ഒരു കോൺഫ്ലിക്ട്, പ്രശ്നം ഉണ്ടാകാൻ കാരണക്കാരിയാവാൻ അവൾക്ക് താല്പര്യമില്ല. ഈവൻ ദോ ക്വിൽസ് മെന്റ് എ ലോട്ട് ടു ഹർ. ഈ ക്വിൽസ് അവൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഈ പറയുന്ന മാഗി പറഞ്ഞു, എന്ത്, ഈ സാധനം അവൾക്ക് കൊടുത്തേര് എന്ന് പറഞ്ഞു. മാമ ലുക്സ് അറ്റ് മാഗി ആൻഡ് സഡൻലി ഫീൽസ് എ പവർഫുൾ ഇമോഷൻ. അമ്മ മാഗിയെ നോക്കിയപ്പോ സമയത്ത് വല്ലാത്തൊരു ഇമോഷൻ ഫീൽ ചെയ്തു അമ്മക്ക്. ആൻഡ് റിയലൈസേഷൻ ഓഫ് മാഗീസ് ക്വൈറ്റ് സ്ട്രെങ്ത്. മാഗിയുടെ ആ സ്ട്രെങ്ത്, ഇത്രയും കാലം അവള് പുറത്ത് സംസാരിക്കാത്ത പെൺകുട്ടിയായിരുന്ന അവളുടെ ആ ഒരു സ്ട്രെങ്ത് അമ്മക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ മാറ്റിക്കൊടുക്കാൻ അവൾ തയ്യാറായ അവളുടെ മെന്റൽ സ്ട്രെങ്തിനെ കുറിച്ച് അമ്മ ആലോചിക്കുന്നു. ആൻഡ് ദ ഡെപ്ത് ഓഫ് ഹർ കണക്ഷൻ ടു ഹർ ഫാമിലീസ് ട്രൂ ഹെറിറ്റേജ്. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ ശരിയായ പാരമ്പര്യത്തോടുള്ള അവളുടെ ഒരു കണക്ഷന്റെ ആഴം, അതും അമ്മ ആ സമയത്ത് മനസ്സിലാക്കുന്നു. മൂവ്ഡ് ബൈ ദിസ് റിയലൈസേഷൻ മാമ ഹഗ്സ് മാഗി. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അമ്മ മാഗിയെ കെട്ടിപ്പിടിക്കുന്നു. സംതിങ് ഷി ഹാസ് നെവർ ഡൺ ബിഫോർ. മുമ്പൊരിക്കലും അമ്മ ഇങ്ങനെ ചെയ്തിട്ടില്ല. കാര്യം അമ്മയെ സംബന്ധിച്ച് മാഗി എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആയ ഒരു പെൺകുട്ടിയല്ല. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത, ഒരു കാര്യത്തെക്കുറിച്ചും അറിയാത്തൊരു പെൺകുട്ടിയാന്ന് വിചാരിച്ചിരുന്ന ഇവളിൽ നിന്നും ഇങ്ങനെ ഒരു സംസാരം കേട്ടപ്പോ അമ്മക്ക് വല്ലാത്തൊരു എന്താ പറയാ അതിശയം തോന്നി. ഇതുവരെ കെട്ടിപ്പിടിക്കാതിരുന്ന അമ്മ അവളെ പോയിട്ട് കെട്ടിപ്പിടിച്ചു. മാത്രമല്ല, ആൻഡ് ടേക്സ് ക്വിൽസ് ഫ്രം ദീസ് ഹാൻഡ്. എന്നിട്ട് ദീന്റെ കയ്യിൽ നിന്ന് ആ ക്വിൽസ് ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിയിട്ട് പ്ലേസിംഗ് ദം ഇൻ മാഗീസ് ലാപ്പ്, അത് മാഗിയുടെ മടിയിലേക്കാണ് ഇട്ട് കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ ദീ ബിക്കെയിം ആംഗ്രി. ഇത് കണ്ടപ്പോൾ ദീ എന്താവുന്നു? ഭയങ്കര ദേഷ്യത്തിലാവുന്നു. അക്യൂസ്ഡ് ഹർ മദർ. അമ്മയെ കുറ്റം പറയുന്നു. ഓഫ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹർ ഹെറിറ്റേജ്. സ്വന്തം പൈതൃകം നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മയെ കുറ്റം പറയാ. കാര്യം പൈതൃകം മനസ്സിലാക്കാഞ്ഞിട്ടല്ല, അവളെ സംബന്ധിച്ച് ഇതൊരു ഡിസ്പ്ലേ പീസ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ പൈതൃകത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ദിയെ സംബന്ധിച്ച് പൈതൃകം ഒരു പ്രദർശന വസ്തു മാത്രമാണ്. She says Maggie and Mama are stuck in the past and tells Maggie to make something of yourself. അങ്ങനെ മാഗിയോടും അമ്മയോടും പറയാണ്, they are struck in the past. നിങ്ങളൊക്കെ പൂർവ്വകാലത്ത്, പഴയ കാലത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. ആൻഡ് ടെൽസ് മാഗി, എന്നിട്ട് മാഗിയോട് പറയാണ്, ടു മേക്ക് സംതിങ് ഓഫ് യുവർ സെൽഫ്. എന്തേ അന്നെ കൊണ്ട് സാധിക്കെങ്കിൽ ഒന്ന് ഒറ്റക്ക് ഉണ്ടാക്കി കാണിക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ വെല്ലുവിളിക്കാണ്. ആൻഡ് ഷീ ലീവ്സ് വിത്ത് ഹർ ബോയ് ഫ്രണ്ട്. അവള് ബോയ് ഫ്രണ്ടിന്റെ കൂടെ അതും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഡിസപ്പോയിന്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്. ഭയങ്കര നിരാശയോടുകൂടി, ഭയങ്കര ദേഷ്യത്തിൽ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു.
മാമ ആൻഡ് മാഗി വാച്ച് ഹെർ ഗോ. മാമയും മാഗിയും അവർ പോകുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ആൻഡ് ദെൻ ദേ സിറ്റ് ടുഗെദർ പീസ്ഫുള്ളി ഇൻ ദ യാർഡ്. മുറ്റത്ത് വളരെ സമാധാനത്തിൽ പിന്നെ ഇരിക്കുന്നു. എൻജോയിങ് ദ സിമ്പിൾ പ്ലഷർ ഓഫ് ബീയിങ് ടുഗെദർ. രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതിന്റെ ആ വളരെ മനോഹരമായ ആ സന്തോഷം ആസ്വദിച്ചുകൊണ്ട് അവര് ആ മുറ്റത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഥ കയ്യാണ്. ഓക്കെ, ഇതാണ് കഥ. ദെൻ അതിലൊരു ചെറിയ ഭാഗം കൂടെ പറയുന്നുണ്ട്. ത്രൂ ദി സ്റ്റോറി ആലീസ് വാക്കർ ഷോസ് ടു വെരി ഡിഫറെന്റ് വേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹെറിറ്റേജ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെറിറ്റേജിനെ, പൈതൃകത്തെ, പാരമ്പര്യത്തെ രണ്ട് രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫോർ ദിയെ സംബന്ധിച്ച് ഹെറിറ്റേജ് ഈസ് സംതിങ് ടു ഡിസ്പ്ലേ. പൈതൃകം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ്? വെറുതെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ് പൈതൃകം. ഓൾഡ് ഒബ്ജക്ട്സ് ദാറ്റ് റെപ്രസെന്റ് എ ലോസ്റ്റ് ആഫ്രിക്കൻ ഐഡന്റിറ്റി. ഈ പഴയ സാധനങ്ങളൊക്കെ പണ്ട് ആഫ്രിക്കൻ ഐഡന്റിറ്റിയെ കാണിക്കുന്ന, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. യൂസ്ഡ് ആർട്ട് പീസസ് ടു ഷോ പ്രൈഡ് ആൻഡ് കൾച്ചർ. ഇത് ഈ പഴയ സാധനങ്ങളൊക്കെ അവരുടെ പഴയ കാലഘട്ടത്തിലെ കൾച്ചറും അവരുടെ അഭിമാനവും കാണിച്ചു കൊടുക്കാൻ, ജീവിക്കാനല്ല, പഴയതിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ദിയെ സംബന്ധിച്ച് അവരുടെ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ഫോർ മാമ ആൻഡ് മാഗി, ഇവർ രണ്ടുപേരെ സംബന്ധിച്ച് ഹെറിറ്റേജ് ഈസ് സംതിങ് ലിവിങ്. ഹെറിറ്റേജ് എന്ന് പറയുന്നത് ജീവിക്കാനുള്ളതാണ്, അല്ലെ? നമുക്കൊക്കെ സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ പൈതൃകത്തെ കാണിക്കുന്നു, മ്യൂസിയങ്ങളിലും മറ്റും ഡിസ്പ്ലേ ചെയ്തിട്ട് നമ്മളെ പൈതൃകത്തെ കുറിച്ച് ഓർക്കുന്നു. അതേ സമയത്ത് ചില ആളുകൾ പൈതൃകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഈ പൈതൃകത്തിൽ ജീവിക്കുന്ന സമയത്ത് മാത്രമാണ് പൈതൃകത്തെ, പാരമ്പര്യത്തെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റപ്പെടാൻ സാധിക്കാറുള്ളൂ. അതേസമയം ഡിസ്പ്ലേ പീസാക്കി വെക്കുന്ന സമയത്ത് തലമുറ പുതിയ രീതിയിൽ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. എന്നാൽ പൈതൃകങ്ങളൊക്കെ ഈ ചുമരിൽ തൂക്കി ആണിയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. ഇതാണ് ഈ രണ്ട് പേർക്കും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ പൈതൃകത്തെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റവർ പൈതൃകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് റിയൽ എക്സ്പ്രസ്ഡ് ത്രൂ ഡെയിലി ലൈഫ്. അവരുടെ ഡെയിലി ലൈഫിൽ ഇവരുടെ പൈതൃകത്തെ അവർ എക്സ്പ്രസ് ചെയ്യുന്നു. ഹാർഡ് വർക്ക് ആൻഡ് ഫാമിലി മെമ്മറീസ് ആൻഡ് ലവ്. അവരുടെ പൂർവികരെ ഓർത്തുകൊണ്ടും അവരോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ടും അവരുടെ ഹാർഡ് വർക്കിലൂടെയൊക്കെ പൈതൃകത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മാമയും മാഗിയും. അതേ സമയത്ത് മറ്റവളാണെങ്കിൽ പൈതൃകം വിട്ടുപോയതിനു ശേഷം പൈതൃകത്തെ വലിയ സംഭവമാക്കി കാണുന്ന ഒരു വിഭാഗം ആളുകൾ. ഇതൊക്കെ നമുക്കിടയിലുണ്ട്. പിന്നെ ദ കിൽറ്റ് സിംബലൈസസ് ദിസ് ഡിഫറൻസ്. ഇവിടെ ഈ കിൽറ്റ് കാണിച്ചതും ഈ ഒരു വ്യത്യാസമാണ്. ടു ദേ ആർ സിംബൽസ് ഓഫ് കൾച്ചർ ടു ബി അഡ്മയർഡ്. ദിയെ സംബന്ധിച്ച് ഇത് ആരാധിക്കാൻ വേണ്ടിയുള്ള കുറച്ച് അടയാളങ്ങൾ മാത്രമാണ്. മാത്രമല്ല, ടു മാമ ആൻഡ് മാഗി ദേ ആർ യൂസ്ഫുൾ തിങ്സ് ദാറ്റ് ഹെൽഡ് പേഴ്സണൽ ഹിസ്റ്ററി ആൻഡ് ലവ്. അവരുടെ സ്നേഹവും അവരുടെ ചരിത്രമൊക്കെ പറയുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് മാമയെ സംബന്ധിച്ചും മാഗിയെ സംബന്ധിച്ചും ഈ കിൽറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഹോൾഡ് ആൻഡ് പാസ് ഡൗൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. തലമുറകളായി കൈമാറി വരുന്ന ഈ ഒരു സാധനമാണ് ആരെ സംബന്ധിച്ച്? നമ്മുടെ മാഗിയെ കുറിച്ചിട്ടും ദിയെ സംബന്ധിച്ചും. ഇൻ ദ എൻഡ് എവറിഡേ യൂസ് സജസ്റ്റ് ദാറ്റ് ട്രൂ ഹെറിറ്റേജ് ഈസ് നോട്ട് അബൌട്ട് ഔട്ട്വാർഡ് അപ്പിയറൻസസ്. ഇതിന്റെ അവസാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ശരിയായ പാരമ്പര്യം എന്ന് പറയുന്നത് പുറമെ കാണിക്കുന്നതൊന്നുമല്ല, ഓർ ഫാൻസി ഐഡിയാസ്, വളരെ ഫാൻസി ആയ ആശയങ്ങളും അല്ല, ബട്ട് അബൌട്ട് ദ വേ പീപ്പിൾ ലിവ്. അവരെ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് അവരുടെ ശരിയായ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ഓണർ ദെയർ ആൻസെസ്റ്റേഴ്സ്. പൂർവികന്മാരെ ആദരിക്കുക ഇൻ എവറിഡേ ലൈഫ്, നിത്യജീവിതത്തിൽ. അതുകൊണ്ടാണ് മാഗി അത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ടത്, മറ്റവൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്. അപ്പം ഈ രണ്ട് വ്യത്യാസം. പാരമ്പര്യം എന്ന് പറയുന്നത് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളത്, അല്ലാണ്ട് ഡിസ്പ്ലേ പീസ് അല്ല എന്ന് മനസ്സിലാക്കുക. മാമ ആൻഡ് മാഗി ദോ പൂർ ആൻഡ് സിമ്പിൾ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഫാമിലി ആൻഡ് ട്രഡീഷൻ. ഈ അമ്മക്കും അതുപോലെ മാഗി ആണെങ്കിലും വളരെ പൂർ ആയിട്ടും സിമ്പിളായും ജീവിക്കുന്നെങ്കിലും അവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി കിട്ടുന്നത് കുടുംബം എന്താണ്, പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളാണ്. ദർ കണക്ഷൻ ടു ദ പാസ്റ്റ് ഈസ് പ്രാക്ടിക്കൽ ആൻഡ് ഹാർട്ട് ഫെൽറ്റ്. കഴിഞ്ഞ പൂർവികരുമായിട്ടുള്ള അവരുടെ കണക്ഷൻ പ്രാക്ടിക്കൽ ആണ്. അവർ ജീവിച്ച് കാണിക്കുകയാണ്, അല്ലാണ്ട് വെറുതെ മനസ്സിൽ വെക്കില്ല. ജീവിച്ച് പഴയ ആളുകൾ പൂർവികർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, പൂർവികർ ഇട്ടിരിക്കുന്ന പേര് മക്കൾക്ക് ഇടുന്നു. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഈ മാഗിയും അതുപോലെ അമ്മയും. അതേ സമയത്ത് ദി ഓൺ ദ അതർ ഹാൻഡ്, ദി ആണെങ്കിലോ ഹാസ് ലേൺ ടു വാല്യൂ കൾച്ചർ ആസ് എൻ ഐഡിയ. ഇവൾക്ക് സംബന്ധിച്ച് സംസ്കാരം, ട്രഡീഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ആശയം മാത്രമാണ്. ബട്ട് നോട്ട് ആസ് എ ലിവിങ് പാർട്ട് ഓഫ് ഹെർ ഐഡന്റിറ്റി. ജീവിക്കുന്ന അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല ഈ പറയുന്ന അവൾക്ക് സംസ്കാരം എന്ന് പറയുന്നത്. അവൾക്ക് വെറും സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ആശയത്തിൽ, സങ്കല്പത്തിൽ മാത്രം വെക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ,
Then Walker's story celebrates the strength and wisdom of ordinary women like Mama and Maggie and reminds readers that real culture and pride come from within. ശരിക്കുള്ള കൾച്ചറും പ്രൈഡൊക്കെ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ വരേണ്ടതാണ് എന്ന് ഈ കഥ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഹെറിറ്റേജ് ഈസ് നോട്ട് മെന്റ് ടു ബി ഹങ് ഓൺ എ വാൾ ഓഫ് ഫോർ ഡിസ്പ്ലേ. ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഒരു ചുമരിൽ തൂക്കിയിടേണ്ട ഒരു ഡിസ്പ്ലേ പീസ് അല്ല. ഇറ്റ് മെന്റ് ടു ബി യൂസ്ഡ്, അത് ഉപയോഗിക്കാനുള്ളതാണ്. ലിവ്ഡ്, ജീവിക്കാനുള്ളതാണ്. ആൻഡ് ചെറിഷ്ഡ് എവരിഡേ, എല്ലാ ദിവസവും നമ്മളിങ്ങനെ ജീവിച്ചുപയോഗിച്ച് അതിൽ സന്തോഷം കണ്ടെത്തേണ്ടതാണ് എന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന കൾച്ചറും ഹെറിറ്റേജ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് ഡിസ്പ്ലേ പീസായി വെക്കേണ്ട ഒരു സാധനമല്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു സ്റ്റോറി. ഇനി കഥയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഇതിന്റെ താഴെ ചേർത്തിട്ടുണ്ട്. ഇതിന്റെ PDF ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് ഒരു 3 സ്റ്റോറിയൊക്കെ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു സ്റ്റോറിയും കൂടെ എന്തായാലും കവർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരൊറ്റ സ്റ്റോറിയും കൂടെ കവർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്, ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ. ഓക്കെ, ചെറിയ കഥയാണ്, വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊരു സിനിമയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഷോർട്ട് സ്റ്റോറിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങൾ സമയം പോലെ ഈ ഷോർട്ട് സ്റ്റോറി ഒന്ന് കണ്ടാൽ ഈ കഥ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ, എല്ലാ ദിവസങ്ങൾക്കും ശേഷമുള്ള ആ ദിവസം. ഒരു എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞു ജെൻഡർ ഇക്വിറ്റി ആണ് നമ്മുടെ മൊഡ്യൂളിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. നോക്കൂ, അനുരാഗ് കശ്യപ് ഈസ് വൺ ഓഫ് ദി ഇന്ത്യസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് യുണീക്ക് ഫിൽം മേക്കേഴ്സ്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫിൽം മേക്കർ ആണ്, സംവിധായകനാണ് അനുരാഗ് കശ്യപ് എന്ന് കേട്ടിട്ടുണ്ടാവും. He was born on September 10, 1972 in Gorakhpur, Uttar Pradesh, in a middle class family. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി നോക്കുക കേട്ടോ. ഞാൻ അതിലേക്ക് വരുന്നില്ല, ഇയാളെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമുക്ക് ഈ സിനിമ എന്താണ് നോക്കാം. അബൌട്ട് ദ ഫിൽം നോക്കൂ. ഓക്കെ, അബൌട്ട് ദ ഫിൽം The Day After Every Day. Day After Every Day is a short film directed by Anurag Kashyap and written by Nitin Bharadwaj. The film stars ഇതിലെ പ്രധാന 3 നടിമാരാണ്. ഒന്ന് സന്ധ്യ മൃദുൽ, രാധിക ആപ്റ്റെ, ഗീതാഞ്ജലി താപ്പ ആൻഡ് അരണ്യ കൗർ. ഇങ്ങനെ 4 കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ട് ഈ സിനിമയിലുള്ളത്. ഇറ്റ് ടോക്സ് അബൌട്ട് എവറിഡേ ഹരാസ്മെന്റ് ആൻഡ് വയലൻസ് ദാറ്റ് വുമൻ ഇൻ ഇന്ത്യ ഫേസ്. ഇതില് ഈ ഷോർട്ട് സ്റ്റോറിയിൽ കാണിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾ എല്ലാ ദിവസങ്ങളിലും നേരിടുന്ന ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ശല്യം, പീഡനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ വയലൻസ്, ആക്രമണം. ഇന്ത്യയിലുള്ള സ്ത്രീകൾ നേരിടുന്ന ആക്രമണത്തെ, വയലൻസിനെ കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ഷോർട്ട് ഫിലിമാണ് ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം. ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ 2013. 2013 ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ദ ഫിലിം ഗിവ്സ് എ സ്ട്രോങ് മെസ്സേജ് അബൌട്ട് സെൽഫ് ഡിഫെൻസ്. ഒരു സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട സെൽഫ് ഡിഫെൻസ്, ഒരു സ്വയം പ്രതിരോധത്തെ കുറിച്ചിട്ട് ഈ കഥ പറയുന്നുണ്ട്. ആൻഡ് വിമൻസ് എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചിട്ടും സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട സെൽഫ് ഡിഫെൻസിനെ കുറിച്ചാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇതിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് നോക്കി. ഇറ്റ് ഡീൽസ് വിത്ത് ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് സച്ച് ആസ് ജെൻഡർ ഇനീക്വാലിറ്റി, സ്ത്രീ പുരുഷ അസമത്വം ഇതിൽ കാണിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ഹരാസ്മെന്റ്, തെരുവിൽ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ഹരാസ്മെന്റുകൾ, ഈ പറയുന്ന ശല്യപ്പെടുത്തലുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഉപദ്രവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഉപദ്രവങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് കറേജ് ടു റെസിസ്റ്റ് ഒപ്രഷൻ, അതേപോലെ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളെ റെസിസ്റ്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ സ്ത്രീകൾ കാണിക്കേണ്ട അല്ലെങ്കിൽ കാണിക്കുന്ന ധൈര്യത്തെ കുറിച്ചിട്ടും ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. പിന്നെ ദ സ്റ്റോറി ടെൽസ് വുമൻ ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ദെയർ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി. ഈ കഥ സ്ത്രീകളോട് പറയുന്നത് എന്തെന്നറിയോ? സ്ത്രീകൾ എണീറ്റ് നിൽക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദെയർ റൈറ്റ്സ്,
അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഡിഗ്നിറ്റി, സ്വന്തം അന്തസ്സിന് വേണ്ടിയും സ്ത്രീകൾ തന്നെ എണീറ്റ് നിൽക്കണം എന്നതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ കാര്യം പറയാൻ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ കാര്യം പറയാൻ സ്ത്രീകൾ പര്യാപ്തമായിരിക്കണം എന്ന് കാണിക്കുന്ന കഥയാണ് ഈ കഥ. The ending shows the courage and unity can help women break free from fear. ഈ കഥയുടെ ക്ലൈമാക്സിൽ നമുക്ക് മനസ്സിലാക്കാം, ഈ സ്ത്രീകള് എന്താ പറയാ, അവർ കാണിക്കുന്ന ധൈര്യം, ആ ധൈര്യത്തെ സ്ത്രീകൾക്ക് പേടി എന്നതിൽ നിന്നും സ്വതന്ത്രരാവാൻ സാധിക്കും. അപ്പൊ സ്ത്രീകൾ ധൈര്യം കാണിക്കേണ്ടതുണ്ട് എന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി നേരെ പ്ലോട്ട് സമ്മറിയിലേക്ക് വരാം. ഇതിന്റെ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു പ്ലോട്ട് സമ്മറിയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ദ ഫിലിം ഫോളോസ് 3 മിഡിൽ ക്ലാസ് വുമൺ. ഈ സിനിമയിൽ നേരത്തെ അഭിനയിച്ച സ്ത്രീകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി കഥാപാത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 3 മിഡിൽ ക്ലാസ് സ്ത്രീകളാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നരും അല്ല, അതിദാരിദ്ര്യരും അല്ല, അതിന്റെ ഇടയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ 3 സ്ത്രീകൾ. ആരൊക്കെയാണ്? അർച്ചനയുണ്ട്, കവിതയുണ്ട്, ഭാരതിയുണ്ട്. ഈ 3 ആളുകൾ, ഇവരാണ് കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, 3 സ്ത്രീകൾ. ഇവരെന്താ? ഹു ലിവ് ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. വളരെ പുരുഷാധിപത്യത്തിന്റെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന 3 സ്ത്രീകൾ. എവറി ഡേ, എല്ലാ ദിവസവും ദേ ആർ ഹരാസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ ഓൺ ദ സ്ട്രീറ്റ്. ഇവര് ജോലിക്ക് പോകുന്ന സമയത്ത് എല്ലാ ദിവസവും തെരുവിൽ വെച്ചിട്ട് ഈ ആണുങ്ങൾ ഇവരെ ഇങ്ങനെ എന്താ പറയാ ഹരാസ് ചെയ്യും. ചില ആളുകൾ അസഭ്യങ്ങൾ പറയും, ചില ആളുകൾ അശ്ലീല ഡയലോഗ്സ് പറയുന്നുണ്ട്, ചില ആളുകൾ പിന്നെ മറ്റൊരു അർത്ഥത്തിൽ വിസിലടിക്കുന്നുണ്ട്. ഇങ്ങനെ തെരുവിൽ നിരന്തരമായിട്ട് ഈ സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരാൽ ഹരാസ് ചെയ്യപ്പെടണം എല്ലാ ദിവസവും. മാത്രമല്ല, ദീസ് വിമൻ ലിവ് ഇൻ കോൺസ്റ്റന്റ് ഫിയർ. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര പേടിയിലാണ് ജീവിക്കുന്നത്. കാര്യം ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്, ഈ സ്ത്രീകൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളെയാണ്. മുഴുവൻ സ്ത്രീകൾക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ വല്ലാത്തൊരു പേടിയോട് കൂടിയാണ് തെരുവിലേക്ക് ഇവർ സാധാരണ ഇറങ്ങാറുള്ളത്. ദേ അവോയ്ഡ് ലുക്കിംഗ് അറ്റ് മെൻ. എന്നിട്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവര് ആണുങ്ങളെ നോക്കലേ ഇല്ല. ടേക്ക് ലോങ്ങർ റൂട്ട്സ്. ഈ ആണുങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആണുങ്ങളില്ലാത്ത കുറച്ചും കൂടെ ദൂരം കൂടിയ റൂട്ടിൽ സഞ്ചരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കും. ആൻഡ് ഫീൽ അൺസേഫ് വൈൽ ഗോയിങ് ടു വർക്ക്. ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു സേഫ്റ്റി ഇല്ലായ്മ, ഒരു അൺസേഫ്നെസ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു ഭയങ്കര പേടി തോന്നി തുടങ്ങി ഈ പറയുന്ന ജോലിക്ക് പോകുന്ന സമയത്ത്. എല്ലാ ദിവസവും ഇതുപോലെ കുറുക്കന്റെ കണ്ണുപോലെ ആണുങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ചൂളടിക്കുന്നു, വിസിലടിക്കുന്നു, പിന്നെ അസഭ്യങ്ങൾ പറയുന്നു, പിന്നെ മറ്റൊരു അർത്ഥത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, ഇങ്ങനെ ഡബിൾ മീനിങ്ങോട് സംസാരിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ വന്നപ്പം ഇവര് വഴിമാറി സഞ്ചരിച്ചു നോക്കി, പല രീതിയിൽ അവർ അതിനെ ഡിഫെൻഡ് ചെയ്യും, ആണുങ്ങളെ നോക്കാണ്ടിരുന്ന് നോക്കി, ഇങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Their families do not take their problem seriously. അങ്ങനെ ഈ പെണ്ണുങ്ങൾ പൊരേ ചെന്ന് പുതിയാപ്പിളാരോട് കാര്യം പറയും. ആ പുതിയാപ്പിളാരോട് കാര്യം പറയുമ്പോൾ ഇവരിതിനെ സീരിയസ് ആയി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ സംഭവിക്കുന്നതാണ് എന്ന രീതിയിലാണ് വീട്ടിലെ പുരുഷന്മാരൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നത്. Their husbands tell them not to make trouble and to adjust. എന്താ പുതിയാപ്പിളാർ പറഞ്ഞു കൊടുക്കണം അറിയോ? നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, അതൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കൂ, നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കണ്ട, അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പോവട്ടെ എന്ന രീതിയിലാണ് സമൂഹം. അങ്ങനെയാണ്, മെയിൽ ചോവനിസ്റ്റിക് ആണ് അല്ലെ, പുരുഷാധിപത്യത്തിൽ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വീട്ടിൽ നിന്ന് ഹസ്ബൻഡുമാർ വരെ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ്, ഇനിയിപ്പോ ഈ ആയിട്ടൊരു പ്രശ്നത്തിന് പോണ്ട, അത് അങ്ങനെ പോട്ടെ എന്ന രീതിയിൽ ആളുകൾ ഇങ്ങനെ സംസാരിക്കുക. ഭർത്താവാണെങ്കിൽ അങ്ങനെ. ദിസ് ഷോസ്, ഇത് കാണിക്കുന്നത് അറിയോ, ഹൗ സൊസൈറ്റി ഓഫൺ ഇഗ്നോർസ്, എങ്ങനെയാണ് സമൂഹം പലപ്പോഴും അവഗണിക്കുന്നത്, ആൻഡ് അക്സെപ്റ്റ്സ് ഹരാസ്മെന്റ് ആസ് സംതിങ് നോർമൽ. ഈ ഹരാസ്മെന്റിനെ അംഗീകരിക്കുകയും ഹരാസ്മെന്റിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഹരാസ്മെന്റ് എന്നൊരു വിഷയമല്ല, പെണ്ണുങ്ങളോട് പറയണെന്ത്, നിങ്ങൾ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ, നിങ്ങളായിട്ട് എന്താക്കി കൊടുക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് ഹസ്ബൻഡുമാര് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ടയേർഡ് ഓഫ് ലിവിങ് ഇൻ ഫിയർ, അങ്ങനെ പേടിയിൽ ജീവിച്ച് മടുത്ത് വരെ. ദി വിമൻ ഡിസൈഡഡ് ടു ജോയിൻ എ സെൽഫ് ഡിഫൻസ് ക്ലാസ് സീക്രട്ട്ലി. അങ്ങനെ ഈ പെണ്ണുങ്ങൾ എന്താക്കിയെന്ന് അറിയോ, സെൽഫ് ഡിഫൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കരാട്ട പോലത്തെ ക്ലാസ്സിൽ വളരെ രഹസ്യമായിട്ട് ജോയിൻ ചെയ്തു. ആസ് ദ ട്രെയിൻ, അങ്ങനെ അവർ ട്രെയിനിങ് കിട്ടി എന്തായി, ദേ ബിക്കെയിം സ്ട്രോങ്ങർ. അവർ ഭയങ്കര സ്ട്രോങ് ആയി, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി. ശാരീരികമായും മാനസികമായിട്ടും ഈ പെണ്ണുങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയി.
ഇവർ കരാട്ടയ്ക്കൊക്കെ പോയി തുടങ്ങി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ വളരെ സ്ട്രെങ്ത് ആയിട്ട് വളരെ സ്ട്രെങ്ത് കൂടി ഇവർക്ക്. They start to feel more confident and brave. ഇപ്പൊ അവർക്ക് മുമ്പത്തെ പോലെയല്ല, നല്ല കോൺഫിഡന്റ് ആണ്, നല്ല ബ്രേവ് ആണ്, നല്ല ധൈര്യം തോന്നി തുടങ്ങി. One day, അങ്ങനെ ഒരു ദിവസം, when the same men try to tease them again, ഇതേ പുരുഷന്മാര് അവരെ ഒരിക്കൽ കളിയാക്കാൻ ശ്രമിച്ച സമയത്ത് the women fight back, പെണ്ണുങ്ങൾ തിരിച്ചങ്ങോട്ട് അടിച്ചു, തിരിച്ചു കൊടുത്തു, കിട്ടുന്നതിന് മുമ്പേ 4 അങ്ങോട്ട് കൊടുത്തു. This time they are not afraid, ഇത്തവണ അവർക്ക് പേടിയില്ല. They defend themselves and defeat the men, സ്വയം പ്രതിരോധിച്ച് ആ പുരുഷന്മാരെ അവർ പരാജയപ്പെടുത്തി. The harassers, ഈ ബുദ്ധിമുട്ടാക്കാൻ വന്ന ഈ ഇങ്ങനെ വന്നിരിക്കുന്ന ആളുകൾ once felt powerful, അവർക്ക് മുമ്പ് അവർ പവർഫുൾ ആയി തോന്നിയിരുന്ന ഈ ആളുകൾ are humiliated, അവർ നാണം കെട്ടു, and beaten, അടി കിട്ടി. അപ്പൊ ഈ പറയുന്ന ഒരിക്കലും ഇങ്ങോട്ട് കിട്ടൂല എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആളുകൾ തലേ കയറാൻ വരിക. തിരിച്ചങ്ങോട്ട് ഒരു അതായത് സ്ത്രീകൾ പെൺകുട്ടികൾ സൂക്ഷിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇങ്ങോട്ട് നമ്മളൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് ആളുകൾ ഇടിച്ചു കയറും. ഒരു കാരണവശാലും ഇവിടെ ഒരു സ്പേസ് ഇല്ല എന്ന രീതിയിൽ ആദ്യത്തെ അടി നല്ല കിണ്ണം ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വരാൻ ഒരാളും ധൈര്യപ്പെടൂല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ഇത്രയും കാലം ഹരാസ് ചെയ്തിരുന്ന ആളുകൾക്ക് ഇവരൊന്ന് സ്ട്രോങ് ആയി കരാട്ടൊക്കെ പഠിച്ചു വന്നിട്ട് 4 കൊടുത്തപ്പം നാണക്കേടുമായി കിട്ടിയ നല്ല അടി കിട്ടുകയും ചെയ്തു. നോക്കൂ, ദിസ് മൊമെന്റ് ഈസ് വെരി മീനിങ്. ഈ ഒരു നിമിഷം ഇവർ തിരിച്ചടിച്ചു എന്ന് പറയുന്ന ഈ നിമിഷം വളരെ മീനിങ് ആണ്. ഇറ്റ് ഷോസ് ദ വിമൻസ് ട്രാൻസ്ഫോർമേഷൻ, സ്ത്രീകളുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതിൽ കാണിക്കുന്നത്. സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട മാറ്റം, സ്ത്രീകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, അതുപോലെ മറ്റു എല്ലാ സ്ത്രീകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകൾ ഭയപ്പെടേണ്ടവരല്ല, സ്ത്രീകൾ സ്വയം ശക്തി ആർജിക്കേണ്ടവരാണ്, അല്ലെ? വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സ്ത്രീകൾ നന്നായി ശക്തി ആർജിക്കേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, ഫ്രം ബീയിങ് വിക്ടിംസ് ടു ബിക്കമിങ് സ്ട്രോങ് ഇൻഡിവിജ്വൽസ്, ഇത്രയും കാലം വിക്ടിംസ് ആയിരുന്ന, ഇരകളായിരുന്ന സ്ത്രീകൾ പിന്നീട് എന്തായിട്ട് മാറാണ്? ബിക്കമിങ് സ്ട്രോങ് ഇൻഡിവിജ്വൽസ്, വളരെ ശക്തി ആർജിക്കുന്ന അല്ലെങ്കിൽ ശക്തിയോട് കൂടിയ ഇൻഡിവിജ്വൽസ് ആയി മാറിയിട്ടുണ്ട്. അവര് എന്താ പറയാ, നല്ല ശക്തി ആർജിച്ച ഇൻഡിവിജ്വൽസ് ആയി മാറുന്നു. Their fight is not only physical, ഇവരുടെ എന്താ പറയാ ഫൈറ്റ് നമ്മൾ കാണാൻ ഇത് ഫിസിക്കൽ ആണെങ്കിലും ഇറ്റ് ഈസ് ഇമോഷണൽ, ഇത് വൈകാരികമായ ഫൈറ്റ് ആണ്. കാര്യം എവിടുന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള വൈകാരികത, അല്ലെ? ആരും പുരുഷാധിപത്യത്തിന്റെ കീഴിൽ സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നതിന്റെ വൈകാരികത. ഇത് ഫിസിക്കലി ശാരീരികമായി കാണിച്ച ഒന്നുമല്ല. ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഇവര് ശാരീരികമായിട്ടല്ല വിജയിച്ചത്, മാനസികമായിട്ടാണ്. കാര്യം ഇത്രയും കാലത്തെ നാണക്കേടിന്റെ, ഇത്രയും കാലത്തെ പീഡനത്തിന്റെ, ഇത്രയും കാലത്തെ എന്താ പറയാ മാറ്റി നിർത്തലിന്റെ ഒക്കെ ഒരു വൈകാരികത ഈ ഒരു ഫൈറ്റ് തിരിച്ചടിയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ദേ ആർ ബ്രേക്കിംഗ് ഫ്രീ, അവര് ഫ്രീ ആവുകയാണ്, സ്വതന്ത്രരാവാണ്. ഫ്രം ഫിയർ, എന്തെന്ന്? പേടിയിൽ നിന്ന്. ആൻഡ് ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദെയർ ലൈഫ്സ്, സ്വന്തം ജീവിതത്തിന്റെ കൺട്രോൾ അവരെന്നെ ഏറ്റെടുക്കുകയാണ്. അപ്പം സ്വന്തം ജീവിതത്തിന്റെ കൺട്രോള് മറ്റ് ആരെങ്കിലും കുറെ കാലം മറ്റുള്ളവരുടെ ഹസ്ബൻഡിന്റെ കൈയും കാലും പിടിച്ചു നോക്കി, അല്ലെങ്കിൽ വീട്ടിൽ കാര്യങ്ങൾ സംസാരിച്ചു നോക്കി, അവിടങ്ങളിലൊന്നും ഒരു സപ്പോർട്ടും കിട്ടാതിരിക്കുന്ന സമയത്ത് അവസാനം അവരുടെ കൺട്രോള് അവർക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. അതിന്റെ റിസൾട്ടാണ് അടിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ ബുദ്ധിമുട്ടിക്കാൻ വന്നവർ അടി വാങ്ങി പോവേണ്ടി വന്നു. അപ്പൊ ഇതാണ് നമ്മൾ +2 പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്ത്? മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു കഥ, അല്ലെ? സ്ത്രീ അങ്ങനെയാണ്, സ്ത്രീ വളരെ നിശബ്ദയായിരിക്കും, കുറെ കാലം മിണ്ടാണ്ടിരിക്കും, പക്ഷെ അതിനുശേഷം ഇവളെ ഒന്ന് ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അടിയായിരിക്കും. അതാണ് ഈ കഥയിലും പറയുന്നത്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിന്റെ കഥ നമുക്ക് ഇതിന്റെ വീഡിയോ ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ അയച്ചുതരാം. പിന്നെ ദ ഫിലിം ക്ലിയർലി ഷോസ് ഹൗ സൊസൈറ്റി ട്രീറ്റ്സ് സ്ട്രീറ്റ് ഹരാസ്മെന്റ് ഇൻ എ സ്മോൾ ഇഷ്യൂ. ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത് സമൂഹം ഈ പറയുന്ന സ്ട്രീറ്റ് ഹരാസ്മെന്റിനെ എങ്ങനെയാണ് ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് കാണിക്കുന്നത്, അല്ലെ? അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് പെൺകുട്ടികൾ നേരിടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന ഈ വിഷയം ഒരു ചെറിയ പ്രശ്നമാണ്. ഈ പറയുന്ന സ്ട്രീറ്റിൽ പുരുഷന്മാരുടെ നോട്ടങ്ങള്, പുരുഷന്മാരുടെ ഒളിയമ്പുകൾ, പുരുഷന്മാരുടെ
ദ്വയാർത്ഥത്തിലുള്ള സംസാരങ്ങൾ, ഇതൊക്കെ പുരുഷനെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല, അതൊക്കെ അവഗണിക്കൂ എന്ന രീതിയിലാണ്. പക്ഷെ ഇതുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സമൂഹം ഇത്തരം വിഷയങ്ങളെ വളരെ ചെറുതായി കാണിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ദ മെൻ തിങ്ക്, പുരുഷൻ ചിന്തിക്കുന്ന എന്താ, ഇറ്റ് ഈസ് ജസ്റ്റ് ഫൺ, അതൊക്കെ ഒരു തമാശയാണെന്നാ പുരുഷന്മാർ വിചാരിക്കുന്നത്. ഇറ്റ് റിവീൽസ് എ ഡീപ്പ് ഡിസ്റെസ്പെക്ട് ഫോർ വിമൻ, ഇത് ശരിക്കും സ്ത്രീകളോടുള്ള ഒരു വലിയ ഡിസ്റെസ്പെക്ട് ആണ്. സ്ത്രീകളെ അവമതിക്കുന്ന, സ്ത്രീകളെ ബഹുമാനിക്കാതിരിക്കുന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണിത്. മാത്രമല്ല അതിനാണെങ്കിൽ സമൂഹം മുഴുവൻ ഒന്നാകെ സപ്പോർട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക്. ഈവൻ അറ്റ് ഹോം, നോക്കൂ, വീട്ടിൽ വരെ ദ വിമൻ ഫേസ് ഒപ്രഷൻ, കാരണം വീട്ടിൽ വരെ പെണ്ണുങ്ങൾക്ക് ഒപ്രഷൻ ആണ്. ബിക്കോസ് ദർ ഫാമിലി മെമ്പേഴ്സ് ടെൽ ദം ടു സ്റ്റേ സൈലന്റ് ഇൻസ്റ്റെഡ് ഓഫ് സപ്പോർട്ടിങ് ദം. കാരണം എന്താ, അവരുടെ ഫാമിലിയിൽ തന്നെ ചെല്ലുന്ന സമയത്ത് അതിന് അവർ സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം മിണ്ടാണ്ടിരിക്കാനാ പറയുന്നത്. ഈ പയ്യനെ കുറിച്ചൊന്നും പറയണ്ട, അത് കാണാത്ത പോലെ നടിക്ക്, അത് അങ്ങനെ ഇങ്ങനെ, ഈ രീതിയിലാണ് വീട്ടിൽ നിന്ന് വരെ. അപ്പൊ വീട്ടിൽ വരെ ഈ സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളിൽ അടിച്ചമർത്തപ്പെട്ടവരാണ്. മാത്രമല്ല the film also shows that oppression exists even in a loving families. നല്ല സ്നേഹത്തിൽ കഴിയുന്ന വീട്ടിൽ വരെ ഇത്തരത്തിലുള്ള ഒപ്രഷനുകൾ സംഭവിക്കുന്നുണ്ട്. when people ask women to tolerate injustice, കാര്യം ഈ ആളുകള് വീട്ടിൽ ഹസ്ബൻഡ് കല്യാണം കഴിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്ന ഹസ്ബൻഡ് വരെ പറയുന്നത് എന്താ, ഇൻടോളറൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇൻടോളറൻസ് എന്നാൽ അസഹിഷ്ണുത, ഇത്തരത്തിലുള്ള ഈ ഇൻജസ്റ്റിസിന് ടോളറൻസ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള അനീതിയെ സഹിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് സ്നേഹസമ്പന്നനായ ഭർത്താവ് വരെ സംസാരിക്കുന്നത്. അപ്പം സ്നേഹമുള്ള വീട്ടിൽ വരെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ഒപ്രഷൻ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻ ദ എൻഡിങ് വേർ വിമൻ ഫൈറ്റ് ബാക്സ്, ഈ പെണ്ണുങ്ങൾ അവസാനത്തിൽ തിരിച്ചടിക്കുന്ന സമയത്ത് ഗിവ്സ് എ സ്ട്രോങ് മെസ്സേജ്, നമുക്കൊരു വലിയ മെസ്സേജാ തരുന്നത്. വെൻ വിമൻ യുണൈറ്റ്, സ്ത്രീകൾ ഒരുമിച്ചാൽ, ഷോ കറേജ്, അവർ ധൈര്യം കാണിക്കുകയാണെങ്കിൽ, ദേ ക്യാൻ സ്റ്റോപ്പ് ബീയിങ് സൈലന്റ് വിക്ടിംസ്, ഇവർക്ക് എന്ത് നിർത്താൻ പറ്റും, സൈലന്റ് നിശബ്ദരായ ഇരകളാവുന്നത് നിർത്താൻ പറ്റും. അപ്പൊ സ്ത്രീകൾ ഒരുമിച്ച്, സ്ത്രീകൾ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നിശബ്ദരായ ഇരകളാകുന്നത് സമൂഹത്തിൽ, ലൈഫിൽ നിർത്താൻ സാധിക്കും. ഒരു മെസ്സേജ് ആണ് ഈ കഥയിൽ നമ്മളോട് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലും നമ്മൾ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ PDF അയച്ചിട്ടുണ്ട്. അത് ഷോർട്ട് ആൻസർ മുതൽ എസ്സേ ക്വസ്റ്റ്യൻ വരെ ഉണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇനി ഞാൻ ചെറിയ ഒന്നും കൂടെ, അതായത് ഒരൊറ്റ കഥയും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ നിർത്താം. കഥയല്ല, എസ്സേ ആണ്. ഇതും 1 പേജ് ഉള്ളൂ, പെട്ടെന്ന് അവസാനിക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ലൈവ് സെഷൻ അവസാനിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കട്ടോ. ഇത് നല്ല രസമുള്ള ഒരു പോയിന്റ് ആണ്, നല്ല രസമുള്ള ഒരു എസ്സേ ആണ്. ഇതും വളരെ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ എഴുതപ്പെട്ട ഒരു സാധനമാണ്. പെൺകുട്ടികൾക്കൊക്കെ നല്ല എന്താ പറയുക, രസമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനം, നല്ല രസമുണ്ട്. നോക്കൂ, സമ്മറി. വൈ ഐ വാണ്ട് എ വൈഫ് ബൈ ജൂഡി ബ്രാഡി, ഒരു ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ്. മാത്രമല്ല ഇതൊരു ലേഡിയാണ്. എന്തുകൊണ്ട് എനിക്കൊരു ഭാര്യയെ വേണം? നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് അർത്ഥം നൽകുന്ന ഒരു എസ്സേയാണ്. ഓക്കെ, എന്തിനാണ് ഒരു ഭാര്യ? നല്ല രസമുണ്ട് കേട്ടോ. ഒന്ന് പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാം. നമുക്ക് ആകെ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കിലും വളരെ കുറച്ചേ ഉള്ളത്, ഈ ഒരു 3/4 A4 ഭാഗം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അവസാനിപ്പിക്കാം. നോക്കൂ, സി ജൂഡി ബ്രാഡീസ് വൈ ഐ വാണ്ട് എ വൈഫ് ഈസ് എ പവർഫുൾ ആൻഡ് സെറ്റൈറിക്കൽ എസ്സേ. നല്ല പവർഫുൾ ആയ സെറ്റൈറിക്കൽ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം, കളിയാക്കി പറയാം. ഒരു വളരെ കളിയാക്കിക്കൊണ്ടുള്ള എസ്സേയാണ്. ദാറ്റ് ക്രിട്ടിസൈസസ്, അത് വിമർശിക്കുന്നുണ്ട് എന്തിന്? ദ അൺഫെയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് അൺഈക്വൽ റോൾസ്. അൺഫെയർ എക്സ്പെക്ടേഷൻ, അതായത് ന്യായമല്ലാത്ത പ്രതീക്ഷ, ആൻഡ് അൺഈക്വൽ റോൾസ്, അതുപോലെ തന്നെ ഈക്വൽ അല്ലാത്ത റോളുകൾ ഗിവൺ ടു വിമൻ ഇൻ മാരേജ്. കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ഒട്ടും ന്യായമല്ലാത്ത കല്യാണമല്ലാത്ത സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒട്ടും ന്യായമല്ലാത്ത പ്രതീക്ഷകളും, അതേപോലെ തന്നെ അൺഈക്വൽ ആയിട്ടുള്ള, അതായത് തുല്യതയില്ലാത്ത റോൾസ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ റോളും പുരുഷന്റെ റോളും രണ്ടാണ്. അതായത് കല്യാണം കഴിച്ച സ്ത്രീകൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്.
അപ്പൊ അതെന്തുകൊണ്ട് പുരുഷന് ചെയ്തുകൂടാ? ഇതാണ് ചോദ്യം. കല്യാണം കഴിഞ്ഞ് സ്ത്രീകൾ എന്താ പറയാ, ഇത് വൈ ഐ വാണ്ട് എ വൈഫ് എന്ന് പറയുന്ന എസ്ഐയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി കല്യാണം കഴിച്ച പെൺകുട്ടികൾ വീട്ടിൽ പോയി കടി ഉണ്ടാക്കണ്ട. ഈ എസ്ഐ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു കുടുംബ പ്രശ്നത്തിനില്ല. കല്യാണം കഴിച്ച വീട്ടിൽ നിന്നൊക്കെ ഈ എസ്ഐ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചോളി, നോക്കൂ. യെസ്. അപ്പൊ നോക്കിയേ, എന്താണ് സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീകളിൽ നിന്നും ഒട്ടും ന്യായമല്ലാതെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും അതേപോലെ ഈക്വൽ അല്ലാത്ത, തുല്യമല്ലാത്ത അവർക്ക് കൊടുക്കുന്ന റോളുകൾ, കുറെ റോള് കൊടുക്കുന്നുണ്ട്. പുരുഷനായിട്ട് വെച്ച് നോക്കുമ്പം സ്ത്രീകൾക്ക് അത് വളരെ എന്താ പറയാ അൺഈക്വൽ ആണ്. ഒട്ടും തുല്യതയില്ലാത്ത കുറെ റോളുകൾ സ്ത്രീകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ. നോക്കൂ, ബ്രാഡി, എ ഫെമിനിസ്റ്റ് റൈറ്റർ ആൻഡ് ആക്ടിവിസ്റ്റ്, ഫസ്റ്റ് പ്രസന്റഡ് ദിസ് എസ്സേ ഇൻ 1971 ഡ്യൂറിംഗ് ദ ഹൈറ്റ് ഓഫ് വിമൻസ് ലിബറേഷൻ മൂവ്മെന്റ്. 1971 ഈ എസ്സേ ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. അത് വളരെ ഈ പറയുന്ന സ്ത്രീകളുടെ ലിബറേഷൻ മൂവ്മെന്റുകൾ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കുറെ പോരാട്ടങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിലാണിത്. ഷീ യൂസസ് ഹ്യൂമർ ഉപയോഗിക്കുന്നുണ്ട്, ഐറണി ഉപയോഗിക്കുന്നുണ്ട്, then and exaggeration to expose how society takes women's work and sacrifice for granted. ഓക്കെ, നേരെ ഇതിലേക്ക് വരാം. നോക്കൂ, അറ്റ് ദ ബിഗിനിങ് ഓഫ് എസ്സേ, ഈ പറയുന്ന എസ്സേയുടെ തുടക്കം തന്നെ ബ്രാഡി ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ് ആസ് ബോത്ത് എ വൈഫ് ആൻഡ് എ മദർ. ബ്രാഡി അവിടെ പരിചയപ്പെടുത്തുന്നത് ഞാനൊരു അമ്മയാണ്, അതേപോലെ തന്നെ ഒരു ഭാര്യയാണ് എന്ന രീതിയിലാണ്. അപ്പം ബ്രാഡി ഒരമ്മയും ഭാര്യയുമാണ്. അങ്ങനെ ഷീ റീകോൾസ്, ഈ എസ്സേ തുടങ്ങുന്നതിനെ അവള് ഓർമ്മിക്കാണ് എന്ത്, എ കോൺവെർസേഷൻ വിത്ത് എ റീസെന്റ്ലി ഡിവോഴ്സ്ഡ് മെയിൽ ഫ്രണ്ട്. അതായത് അടുത്ത് ഡിവോഴ്സ് ആയ ഒരു പുരുഷ കൂട്ടുകാരൻ, ഒരു മെയിൽ ഫ്രണ്ട്, ആ ഫ്രണ്ടുമായി സംസാരിച്ച കോൺവെർസേഷൻ ഇവളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എന്താ ആ ഫ്രണ്ടിന്റെ പ്രശ്നം? ഹൂ ഈസ് ലുക്കിംഗ് ഫോർ അനദർ വൈഫ്. അയാൾ ഇപ്പം പുതിയൊരു ഭാര്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സ് കഴിഞ്ഞ് പുതിയൊരു ഭാര്യനെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുമായി സംസാരിച്ചതിന്റെ ആ കോൺവെർസേഷന് പിന്നെ ഇവൾ ഇങ്ങനെ ഓർക്കുകയാണ്. ദിസ് തോട്ട് മേക്സ് ഹെർ റിഫ്ലക്ട്. ഈ ഒരു ചിന്ത അവളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഓൺ മെനി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പല ഡ്യൂട്ടികളും ഉത്തരവാദിത്തങ്ങളും എ വൈഫ് ഈസ് എക്സ്പെക്ടഡ് ടു ഹാൻഡിൽ. അതായത് ഒരു ഭാര്യയായി കഴിഞ്ഞാൽ ആ ഭാര്യ ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഒരുപാട് ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റികളും അവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആൻഡ് ഷീ ഹ്യൂമറസ്ലി ഡിക്ലെയർസ് ദാറ്റ് ഷീ ടു വുഡ് ലൈക്ക് ടു ഹാവ് എ വൈഫ്. അപ്പോൾ തമാശ രൂപേണ പറയാണ്, ഇങ്ങനെയാണെങ്കിൽ എനിക്കും വേണം ഒരു പെണ്ണുങ്ങൾ. ഇപ്പോൾ ഓൾറെഡി അമ്മയാണ്, ഭാര്യയാണ്. അപ്പം ഈ ഭാര്യ ചെയ്തു കൊടുക്കണമെന്ന് സമൂഹം ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭാര്യമാരുടെ ഡ്യൂട്ടി ആണെന്ന രീതിയിൽ സമൂഹം അടിച്ചേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയപ്പം ഇവള് പറയാണ്, എനിക്കൊന്നും അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണുങ്ങൾ എനിക്കും വേണമെന്ന്. ഓക്കെ, ഫോർ ദാറ്റ് പോയിന്റ് ഓൺവേർഡ് ഷീ ലിസ്റ്റ് ഓൾ ദ സർവീസസ് എ വൈഫ് ഈസ് സപ്പോസ് ടു പെർഫോം. ആ ഒരു പോയിന്റിൽ നിന്ന് അവളിങ്ങനെ സംസാരിക്കുകയാണെന്ത്, ഒരു ഭാര്യ എന്ന രീതിയിൽ ഒരു പെണ്ണ് ചെയ്യേണ്ട ജോലികൾ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. വൺ ആഫ്റ്റർ അനദർ, ഓരോന്നായി ഇങ്ങനെ പറയാണ് ഒരു ഭാര്യ ചെയ്യേണ്ട ജോലികൾ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്? ഷോയിങ് ഹൗ എ വൈഫ്സ് ലൈഫ് റിവോൾവ്സ് അറൗണ്ട് സെർവിങ് അതേഴ്സ്. കാര്യം ഭാര്യ എന്ന് പറയുന്നത്, അവളുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സേവിച്ച് തീർക്കാനുള്ളതാണ് എന്ന രീതിയിലാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ഈ കാഴ്ചപ്പാടിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, ഭാര്യയായ എനിക്കും ഒരു ഭാര്യയെ കിട്ടിയാൽ നന്നായിരുന്നു. കാര്യം ഭാര്യമാർ ചെയ്യുന്ന കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ ഭാര്യമാര് വീട്ടിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു എന്താ പറയാ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയുമാണ് ഇത് എന്ന രീതിയിൽ ഇവള് പറയാണ്. ഒന്ന്, അക്കോർഡിംഗ് ടു ബ്രാഡി, എ വൈഫ് മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദ ചിൽഡ്രൻ കംപ്ലീറ്റ്ലി. ഒന്നാമത്തെ ജോലി, ഒരു ഭാര്യ അമ്മയായി കഴിഞ്ഞാൽ കുട്ടികളെ മൊത്തം നോക്കണം. കുട്ടികളെ മൊത്തം നോക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്ക് മാത്രമുള്ളതാണ്. സമൂഹം ഏൽപ്പിച്ചു കൊടുത്താട്ടോ, ഇത് സമൂഹം ഏൽപ്പിച്ചു കൊടുത്താണ്. ഇങ്ങനെയാണ് പുരുഷന്മാർ കരുതുന്നത്. കുട്ടിയെ നോക്കേണ്ടത് ഭാര്യ മാത്രം. മേക്കിംഗ് ഷുവർ ദേ ഈറ്റ് വെൽ, എന്തൊക്കെ ഉറപ്പുവരുത്തണം? ഒരു നന്നായി തിന്നണ നോക്കണം ഭാര്യയാണ്. സ്റ്റേ ക്ലീൻ, ഒരു വൃത്തിയിൽ നടക്കുന്നു എന്ന് നോക്കേണ്ടത് ഭാര്യയാണ്. അറ്റൻഡ് സ്കൂൾ,
നോക്കേണ്ടത് ഭാര്യയാണ്. ആൻഡ് വിസിറ്റ് ദ ഡോക്ടർ റെഗുലർലി, സ്ഥിരമായി ഡോക്ടറെ കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഭാര്യയാണ്. പുതിയാപ്പള ചോദിക്കുള്ളൂ, തിന്നിക്കണോ, സ്കൂളിൽ കൊണ്ടുപോയാക്കിക്കണോ, അതേപോലെ തന്നെ ഓല് കുളിച്ചിക്കണോ, ഡോക്ടറെ കാണിച്ചിക്കണോ എന്നേ ചോദിക്കുള്ളൂ. ഇതൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി സമൂഹം ഏൽപ്പിച്ചു കൊടുത്ത് ഭാര്യയുടെ മേലെയാണ്. ഇതാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. തുല്യമല്ലാത്ത രീതിയിൽ ഡ്യൂട്ടിയെ വീതിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഷീ മസ്റ്റ് ഹാൻഡിൽ ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക്സ്, ഇതിന്റെ കൂടെ എക്സ്ട്രാ ഉള്ളതൊക്കെ ചെയ്യണം, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം. സച്ച് ആസ് ക്ലീനിങ് ചെയ്യണം, വാഷിംഗ് ചെയ്യണം, അയേണിങ്, കുക്കിംഗ് ആൻഡ് ഓർഗനൈസിങ് എവറിത്തിങ് അറ്റ് ഹോം. വീട്ടിലുള്ള എല്ലാ കാര്യം ഓർഗനൈസ് ചെയ്യേണ്ടത് ഇവളാണ്. ഈ പറയുന്ന കുക്കിംഗ് ഓൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ പോരെ, വീട്ടുകാർക്ക് ഉണ്ടാക്കണം. മാത്രമല്ല ക്ലീനിങ്, ഓളെ സ്ഥലം മാത്രം ക്ലീൻ ചെയ്താൽ പോരെ, വീടൊന്നാ ക്ലീൻ ചെയ്യണം. വാഷിംഗ്, അവളത് മാത്രം അലക്കിയാൽ പോരെ, എല്ലാവരും അലക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്യേണ്ട ജോലി ഭാര്യയുടെ മേലെയാണ്. ദ വൈഫ് മസ്റ്റ് ആൾസോ സപ്പോർട്ട് ഹെർ ഹസ്ബൻഡ്, അതേപോലെ തന്നെ പുയ്യാപ്പലിനെ സപ്പോർട്ട് ചെയ്യും വേണം. എങ്ങനെയൊക്കെയാ? ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം, ഫിസിക്കലി ശാരീരികമായി സപ്പോർട്ട് ചെയ്യണം, സെക്ഷലി ലൈംഗികമായി സപ്പോർട്ട് ചെയ്യണം. ആൾവേസ് ബീങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ചിയർഫുൾ, എപ്പോഴും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം. വളരെ ചിയർഫുൾ, നല്ല സന്തോഷത്തിൽ നിൽക്കും വേണം. എല്ലാ കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ സ്വന്തം അറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പെണ്ണ് ഭാര്യയാണ്. ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കണം. ഇതാരൊന്നും പറയുന്നില്ല, ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം. മാത്രമല്ല ഷീ ഈസ് എക്സ്പെക്ടഡ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ഹസ്ബൻഡ്, ഭർത്താവിനെ നോക്കുമെന്ന് ഭാര്യ ഭർത്താവിനെ നോക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എപ്പം? വെൻ ഹി സിക്ക്, അസുഖം വന്ന പുയ്യാപ്പൾ നോക്കണം. പ്രിപ്പയർ ഹിസ് മീൽ, അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ടൈപ്പ് ഹിസ് പേപ്പേഴ്സ്, ഇനി അയാൾക്ക് എന്തെങ്കിലും അസുഖം പിടിപ്പെടുന്ന സമയത്ത് അയാളുടെ വീട്ടിൽ നിന്നുള്ള പേപ്പറുകൾ ടൈപ്പ് ചെയ്യുന്ന ജോലി ചെയ്തു കൊടുക്കണം. മാനേജ് സോഷ്യൽ ലൈഫ്, അയാളുടെ കൂട്ടുകാർക്കിടയിലൊക്കെ അയാളെ മാനേജ് ചെയ്യണം. ആൻഡ് ഈവൻ ലുക്ക് ആഫ്റ്റർ ഹിസ് ഗസ്റ്റ്, അയാളുടെ ഗസ്റ്റുകൾ വീട്ടിൽ വന്നാൽ അവരെ പരിചരിക്കും വേണം. ഇതൊക്കെ ചെയ്യേണ്ട ആൾ ഭാര്യ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന, അതായത് നമ്മൾ ബ്രാഡി പറയുന്ന ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കും വേണം ഒരു പെണ്ണുങ്ങളെ. ഇതൊക്കെ ചെയ്ത് കിട്ടുന്ന ആളല്ലേ, ഇതൊക്കെ സമൂഹം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താണ്, ഇതൊക്കെ ചെയ്യേണ്ടവർ ഭാര്യമാരാണ് എന്ന് അടിച്ചേൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഈ കോളത്തിലൊക്കെ ആണെങ്കിൽ എനിക്കും വേണം ഒരു ഭാര്യയാണ്. ഇതുണ്ടെങ്കിൽ ലാഭാണ്. ഓക്കെ, then Brady points out that while the wife doing all these tasks, ഈ പണികളൊക്കെ പുരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പറയാ, ഓടിച്ചാടി എന്താ പറയാ, ഒരു വലിയ പിന്നെ ഒരു ജോലിക്കാരിയെ പോലെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പുതിയാപ്പൾക്ക് എന്താ പണി എന്നറിയോ? ഹസ്ബൻഡ് എൻജോയ്സ് ഫ്രീഡം. പുയ്യാപ്പള അവിടെ എന്താക്കാണ്? അവിടെ സ്വാതന്ത്ര്യം ആസ്വദിക്കാണ്. ആൻഡ് ഇൻഡിപെൻഡൻസ്, അല്ലെ? സ്വാതന്ത്ര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയാപ്പള ഈ പണിയിലൊന്നും സഹായിക്കൂല. ഇവര് കാര്യപ്പെട്ട് അടിച്ചിരാണെങ്കിൽ പുതിയാപ്പള മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നു. ഇതൊന്നും മക്കളെ ഞാൻ പറയല്ല, ബ്രാഡി പറയാണ് കേട്ടോ. അവർ പറയുന്ന കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഹെഡ്സെറ്റ് വെച്ചോളൂ. നോക്കിയേ, ദ ഹസ്ബൻഡ് എക്സ്പെക്ട്സ് ദ വൈഫ് ടു വർക്ക്. കാര്യം ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് ജോലി ആര് ചെയ്യും എന്നുള്ളതാണ്, ഭാര്യ ചെയ്യും. കോൺട്രിബ്യൂട്ട് ദ ഫാമിലി ഇൻകം, അതേപോലെ ഭർത്താവ് പ്രതീക്ഷിക്കുന്ന വേറെ കാര്യമുണ്ട്. ഓള് ജോലിക്കോവും, പുതിയാപ്പളും ജോലിക്കോണ്ട്, ഓളും ജോലിക്കോണ്ട്. പുതിയാപ്പള ജോലി കഴിഞ്ഞ് 6 മണിക്ക് വരുന്നു, ഭാര്യയും ജോലി കഴിഞ്ഞ് 6 മണിക്ക് വരുന്നു. അതിനുശേഷം പുതിയാപ്പള സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ഫ്രീഡം ആസ്വദിക്കുന്നു. ഭാര്യ വീട്ടിൽ കടന്ന് ഓടിച്ചാടി പണിയെടുക്കുന്നു, ജോലി ചെയ്യുന്നു. മാത്രമല്ല അപ്പം ഇവള് വീട്ടിലേക്ക് ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് സ്റ്റിൽ പെർഫോം ഓൾ ദ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്, വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യും വേണം. വിത്തൗട്ട് കംപ്ലൈന്റ്, ഒരു കംപ്ലൈന്റ് പറയാൻ പാടില്ല, പരാതി പറയാൻ പാടില്ല. അവിടെ മൊബൈൽ നോക്കിയിരിക്കുന്ന ഹസ്ബൻഡിനെ ദേ ഈ തിരുമ്പിയതൊന്ന് ചിക്കി വെക്കൂ എന്ന് പറയാൻ പാടില്ല, കംപ്ലൈന്റ് പറയാൻ പാടില്ല. ഒക്കെ ഭാര്യമാര് ചെയ്യണം. Then he wants her to be loyal, വളരെ ലോയൽ ആയിരിക്കണം. അതായത് പുയ്യാപ്പളിനോട് ലോയൽ ആയിരിക്കണം, നല്ല കൂറുള്ള ആളായിരിക്കണം. പേഷ്യന്റ്, അതേപോലെ തന്നെ നല്ല ക്ഷമയുള്ള പെണ്ണായിരിക്കണം. ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ബേർത്ത് കൺട്രോൾ, ഈ ബേർത്ത് കൺട്രോളില് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിരിക്കണം. അതായത് ബേർത്ത് കൺട്രോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ഗർഭധാരണത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നതൊക്കെ ആരാണ്? സ്ത്രീകളാണ്. ഈ ഗർഭധാരണത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശസ്ത്രക്രിയ പുരുഷന്മാരിലും ചെയ്യാൻ സാധിക്കും, പക്ഷെ ആരും ചെയ്യാറില്ല. അതും ചെയ്യേണ്ട ആളാരാ? പെണ്ണുങ്ങൾ, പുരുഷന്മാർ ചെയ്യില്ല. മാത്രമല്ല while he feels free to seek other relationships, ഏത് ഗർഭധാരണത്തെ കൺട്രോൾ കൊണ്ടേണ്ട ആള് പെണ്ണാണ്. അതേസമയം ഇവനാവട്ടെ ഫീൽ ഫ്രീ ടു സീക്ക് അതർ റിലേഷൻഷിപ്സ്, ഓനാണെങ്കിൽ എന്ത് സ്വാതന്ത്ര്യം ഉണ്ട്? മറ്റു റിലേഷൻഷിപ്പ് ഒക്കെ തേടുന്നതിന് സ്വാതന്ത്ര്യം ഉണ്ട്. ഇങ്ങനത്തെ ഒരാളാണ് പുരുഷന്മാര്. ഇഫ് ഹി ഫൈൻഡ്സ് അനദർ വുമൺ,
ഇനി ഓൻ വേറൊരു പെണ്ണിനെ കണ്ടെത്തി വിചാരിക്കുക. വേറൊരു പെണ്ണിനെ കണ്ടെത്തി കഴിഞ്ഞാൽ he can simply replace his wife. വൈഫിനെ മാറ്റിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലീവിങ് ഹർ ടു ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ ചിൽഡ്രൻ. ഇനിയിപ്പം ഡിവോഴ്സ് ആവുമെന്ന് വിചാരിക്കുക. ഡിവോഴ്സ് ആവുമ്പോൾ തന്നെ ഈ മക്കളുടെ മൊത്തം ഉത്തരവാദിത്വം ഭാര്യയുടെ തലയിലായിരിക്കും. ആ കുട്ടികളുടെ ഉത്തരവാദിത്വം ഇയാൾക്ക് നോക്കാനാവില്ല. അയാൾ വേറെ പെണ്ണിട്ടി അയാൾ വയ്ക്കുവോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാമൂഹിക ചുറ്റുപാടിനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മുടെ ബ്രാഡി ഈ എസ്സേ എഴുതിയിട്ടുള്ളത്. നോക്കൂ, ത്രൂ ഹെർ ഐറോണിക് ടോൺ, വളരെ ഐറോണിക് ആയ എന്താ പറയാ ഈ ഒരു ടോണിലൂടെ, ഈ ഒരു സംസാരത്തിലൂടെ, ഐറോണിക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു വിപരീതമായ ഈ ഒരു സംസാരത്തിലൂടെ ബ്രാഡി എക്സ്പോസസ്, ഇവർ തുറന്നു കാണിക്കുന്ന എന്താ അറിയോ, ഹൗ ഡീപ്ലി അൺഫെയർ, എത്ര നീതിയില്ലാത്തതും ആൻഡ് വൺ സൈഡഡ്, ഒരു ഒറ്റ സൈഡഡുമായ സാധനമാണ് ദി സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ആർ. സാമൂഹികമായ ഈ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വൺ സൈഡഡ് ആണ്, ഒരു വശത്തേക്ക് മാത്രമുള്ളതാണ്, അതുപോലെ ഒട്ടും നീതിയില്ലാത്തതുമാണ്. ഇതൊക്കെയാണ് ഇതിൽ തുറന്നു കാണിക്കുന്നത്. ബൈ പ്രിറ്റൻഡിങ് ടു വാണ്ട് എ വൈഫ് ഹെർസെൽഫ്, ഓൾക്ക് ഒരു സ്വന്തം ഭാര്യയെ വേണമെന്ന് ഇങ്ങനെ പറയുന്നതിലൂടെ ഷീ മേക്സ് റീഡേഴ്സ് സീ ഹൗ കൺവീനിയന്റ് ഇറ്റ് ഈസ് ഫോർ മെൻ ടു ഹാവ് സമ്മൺ ഫുൾഫില്ലിംഗ് ഓൾ ദീസ് ഡ്യൂട്ടീസ്. എനിക്കും ഒരു ഭാര്യയെ വേണമെന്ന് പറയുന്നതിലൂടെ ഇവൾ ഉദ്ദേശിക്കണം അറിയോ, പുരുഷന്മാർക്ക് ആലോചിച്ച് നോക്കി, ഇത്തരം ഡ്യൂട്ടികളൊക്കെ ചെയ്തു തരാൻ വേണ്ടി എപ്പോഴും ഒരാൾ ഉണ്ടായിരിക്കുമ്പോൾ എന്ത് സൗകര്യമാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എനിക്കും ഇങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യനെ വേണം എന്ന് ഇവൾ പറയുന്നത്. Her essay cleverly turns the traditional idea of marriage upside down. ഈ പരമ്പരാഗതമായ കല്യാണം എന്ന സങ്കല്പത്തെ തലക്കീ മറിക്കുന്ന ആശയങ്ങളാണ് നമ്മൾ പറയുന്നത്. മേക്കിംഗ് പീപ്പിൾ റിയലൈസ്, ആളുകളെ ബോധവാന്മാരാക്കുന്നുണ്ട് that what is considered normal is actually a very exploitative and unjust for all. നമ്മൾ നോർമൽ ആണ് എന്ന് പറയുന്ന പല സാധനങ്ങളും സ്ത്രീകളെ വിവേചനം കാണിക്കുകയാണ്, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതാണ്. നമ്മൾ അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ടതല്ല എന്ന് പറയുമ്പോൾ ശരിക്കും സ്ത്രീകളോട് കാര്യപ്പെട്ട രീതിയിൽ വിവേചനങ്ങൾ കാണിക്കുന്നതാണ് ഇതൊക്കെ എന്ന് നമുക്ക് ഈ എസ്സേ എന്ന് മനസ്സിലാക്കാം. The essay ends with a famous line. ഈ എസ്സേയുടെ അവസാനത്തിൽ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വരി കൊടുത്തിട്ടുണ്ട്, മൈ ഗോഡ് ഹു വുഡന്റ് വാണ്ട് എ വൈഫ്. ദൈവം അല്ലേ, അതായത് ഭാര്യയെ ആവശ്യമില്ലാത്ത ദൈവമേ എന്ന് പറയുന്നുണ്ട്. ദിസ് ഫൈനൽ സെന്റൻസ് ഇസ് ബോത്ത് ഹ്യൂമറസ് ആൻഡ് പവർഫുൾ. ഇത് തമാശയാണെങ്കിലും നല്ല പവർഫുൾ ആണ്. ഇറ്റ് ഫോഴ്സസ് റീഡേഴ്സ് ടു റിഫ്ലക്ട്. ഇത് നമ്മളെ വായനക്കാരെ ചിന്തിപ്പിക്കുന്നുണ്ട് ഓൺ സെൽഫിഷ്നെസ് ഓഫ് മെൻ. ഈ സെൽഫിഷായ സ്വാർത്ഥന്മാരായ പുരുഷന്മാരുടെ സ്വാർത്ഥതയെ കുറിച്ചിട്ടും ആൻഡ് ഹെവി ബേർഡൻ വിമൻ ക്യാരി, സ്ത്രീകൾ ചുമക്കുന്ന ഈ വലിയ ഭാരത്തെ കുറിച്ചിട്ടും, ഇൻ ദ നെയിം ഓഫ് ലവ്, ഡ്യൂട്ടി, മാരേജ്, പ്രണയം, സ്നേഹം, ഡ്യൂട്ടി, കല്യാണം എന്നൊക്കെ പേരിൽ ഈ സ്ത്രീകളോട് കാണിക്കുന്ന വലിയ ദ്രോഹം, സ്ത്രീകൾ വഹിക്കുന്ന വലിയ ഭാരം, ഇതൊക്കെ ഈ പറയുന്ന എസ്സേയിൽ ഇവര് വിമർശനാത്മകമായി പറയുന്നുണ്ട്. ഇൻ ദ കൺക്ലൂഷൻ, വൈ ഐ വാണ്ട് എ വൈഫ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വൺ വുമൻസ് ഫ്രസ്ട്രേഷൻ. ഇത് ഒരൊറ്റ പെണ്ണിന്റെ ഫ്രസ്ട്രേഷൻ അല്ല, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ്. ഇത് പ്രാപഞ്ചികമായ ആഗോള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഉറപ്പ്. അഗെയിൻസ്റ്റ് ജെൻഡർ ഇനീക്വാലിറ്റിക്കെതിരെയുള്ള ആഗോള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇത് കേരളത്തിലെ പെണ്ണുങ്ങളെ കുറിച്ചാണോ? ആണ്. തമിഴ്നാട്ടിലെ പെണ്ണിനെ കുറിച്ചാണോ? ആണ്. ഇന്ത്യയിലെ പെണ്ണിനെ കുറിച്ചാണോ? ആണ്. അമേരിക്കയിലെ പെണ്ണിനെ കുറിച്ചാണോ? ആണ്. എവിടെ ചെന്നാലും പെണ്ണുങ്ങളെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ആഗോള തലത്തിലുള്ള സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേയാണ്. മാത്രമല്ല ബ്രാഡീസ് എസ്സേ കോൾസ് ഫോർ ഈക്വൽ റെസ്പെക്ട്. ഈ എസ്സേയിൽ ഇവർ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്തിന്? തുല്യമായി പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ, ആൻഡ് ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ റിലേഷൻഷിപ്സ്. നമ്മളെ റിലേഷൻഷിപ്പിൽ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. പുതിയാപ്പിള അടിച്ചേരുകയാണെങ്കിൽ ഭാര്യ തുടക്കുക, അല്ലെങ്കിൽ ഭാര്യ തുടക്കുന്നുണ്ടെങ്കിൽ പുതിയാപ്പിള അടിച്ചേരുക, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുതിയാപ്പിള പാത്രം കഴിയുക, ഭാര്യ അലക്കുന്നുണ്ടെങ്കിൽ പുതിയാപ്പിള കൊണ്ടുപോയി ചിക്കുക. റെസ്പോൺസിബിലിറ്റികൾ എന്ത് ചെയ്യുക? പരസ്പരം അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ട് ഈ എസ്സേയിൽ പറയുന്നുണ്ട്. ഇറ്റ് റിമെയിൻസ് ആൻ ഇമ്പോർട്ടന്റ് ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ഈവൻ ടുഡേ. ഇന്നത്തെ കാലത്ത് പോലും വളരെ റെലവന്റ് ആയ പ്രധാനപ്പെട്ട ഒരു ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് ഇത് അറിയപ്പെടുന്നു. 1971 എഴുതിയതാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്തും വളരെ റെലവന്റ് ആണ്. 2024 വളരെ റെലവന്റ് ആയ ഒരു എസ്സേ ആണ് ഈ എസ്സേ. ആൻഡ് ഇറ്റ് റിമൈൻസ് സൊസൈറ്റി ടു വാല്യൂ വിമൻസ് വർക്ക്. ഇത് സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വാല്യൂ വിമൻസ് വർക്ക്, സ്ത്രീകളുടെ ജോലിയെ വാല്യൂ ചെയ്യാൻ, മൂല്യം കൽപ്പിക്കാൻ. ആൻഡ് ക്വസ്റ്റ്യൻ അൺഫെയർ റോൾസ്, നീതിയില്ലാത്ത ഈ റോളുകളെ ചോദ്യം ചെയ്യാൻ.
that still exist within homes and marriages. ഇന്നും കല്യാണങ്ങളിലും വീടുകളിലൊക്കെ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള അൺഫെയർ ആയ, ഒട്ടും ന്യായമല്ലാത്ത, നീതിയില്ലാത്ത ഈ റോള് കൊടുക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നതും കൂടെയാണ് നമ്മുടെ ഈ എസ്സേ എന്ന് പറയുന്നത്. സോ നല്ല മനോഹരമായ ഒരു എസ്സേ ആണ്. ഇതിന്റെ പൂർണ്ണ രൂപം ഏകദേശം, ഇതൊന്നും കാര്യപ്പെട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, പൂർണ്ണ രൂപം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇന്ന് വായിച്ചു നോക്കാം. സിമ്പിൾ ഇംഗ്ലീഷ് ആണ്. ഞാൻ അതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തതാണ്. ഇതിലും നേരത്തെ പറഞ്ഞ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഈ 3 ചാപ്റ്റേഴ്സ് എടുക്കാനാണ് ഞാനിന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 3 ചാപ്റ്റേഴ്സും എടുത്ത്